സുന്നി പക്ഷത്ത് നിന്ന് ബഹുമാനപ്പെട്ട ജലീൽ ദാരിമി ഉസ്താദും മുജാഹിദ് പക്ഷത്ത് നിന്ന് ഫൈസൽ മുസ്ലിയാരും വിഷയം അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആദ്യം വിഷയം അവതരിപ്പിച്ച സുന്നി പക്ഷത്തോട് മുജാഹിദ് വിഭാഗത്തിൻ്റെ ചോദ്യമാണ്. 3 മിനിറ്റാണ് ചോദ്യം, 4 മിനിറ്റ് ഉത്തരവും ആയിരിക്കും. അങ്ങനെ 10 ചോദ്യവും 10 ഉത്തരവും, പിന്നെ തിരിച്ചും 10 ചോദ്യവും 10 ഉത്തരവുമായിരിക്കും ഉണ്ടാവുക. സുന്നി പക്ഷത്തോട് ചോദ്യം ചോദിക്കുന്നതിന് മുജാഹിദ് പക്ഷം റൈസ് ഹാൻഡ് ചെയ്ത് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സുന്നി പക്ഷത്ത് ഓക്കെ. ഇവിടെ സുന്നിപക്ഷം വാദമായി രേഖപ്പെടുത്തിയത് ഇസ്ലാഹി മാസികയിൽ വന്ന ഉപാധി പ്രകാരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടുള്ള മൗലിദാഘോഷം ശിർക്കല്ല, അത് പുണ്യകർമ്മമാണ്, മുസ്തഹബാണ് എന്നാണ്. അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടുള്ള മൗലിദാഘോഷം ശിർക്കല്ല, ആ മൗലിദാഘോഷം പുണ്യകർമ്മമാണ്, അത് മുസ്തഹബാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നു. ഞാൻ എന്റെ വിഷയത്തെ സൂചിപ്പിച്ചു. മുസ്ലിം ഉമ്മത്ത് വിശ്വസിക്കുന്നതും പ്രമാണങ്ങൾ പഠിപ്പിച്ചതും ഏത് ഇബാദത്തും അള്ളാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ടും അവന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും മാത്രമാണ് ഏത് ഇബാദത്തും ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ധാരാളം വചനങ്ങളിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഘടകവിരുദ്ധമാണ് നിങ്ങൾ എഴുതിയ ഈ ഒരു വാദം. അതുകൊണ്ട് ആ ഒരു വാദത്തിൽ നിന്നുകൊണ്ട്, ആ ഒരു തത്വത്തിൽ നിന്നുകൊണ്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടുള്ള മൗലിദാഘോഷം ശിർക്കല്ല എന്നാണല്ലോ. മൗലിദാഘോഷമാകട്ടെ ഒരു ഇബാദത്താണ്, പുണ്യകർമ്മമാണ്, കൂലി കിട്ടുന്ന കാര്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൂലി കിട്ടുന്ന പുണ്യകർമ്മമായ ആ ഒരു കാര്യം അള്ളാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്താലും ശിർക്കില്ല എന്ന് മാത്രമല്ല പുണ്യവുമാണ്, മുസ്തഹബുമാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. എങ്കിൽ എന്റെ ഒന്നാമത്തെ ചോദ്യം, ഈ ഒരു രീതി അഥവാ റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ജന്മദിനം ആഘോഷിക്കൽ ശിർക്കല്ല, അത് പുണ്യമാണ്, മുസ്തഹബാണ് എന്ന അതേ തത്വം മൗലിദാഘോഷത്തിന് മാത്രമാണോ ബാധകം? അതല്ല നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങി ഒരുപാട് ഇബാദത്തുകൾ ഇസ്ലാമിലുണ്ടല്ലോ. ഈ വകുപ്പിൽപ്പെട്ട ഒരു ഇബാദത്തായിട്ടാണ് നിങ്ങൾ ഇതിനെ കാണുന്നതും. അപ്പോൾ ഈ ഇബാദത്ത് റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ച് ചെയ്താലും ശിർക്ക് വരൂല, പുണ്യമാണ്, മുസ്തഹബാണ് എന്ന് പറയുന്ന നിങ്ങൾക്ക് നിസ്കാരം, നോമ്പ്, സക്കാത്ത് അടക്കമുള്ള മറ്റു ഇബാദത്തുകൾക്കും ഇതേ മാനദണ്ഡം തന്നെയുണ്ടോ? അതും റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നിസ്കരിക്കുമ്പോൾ, നോമ്പ് നോക്കുമ്പോഴൊക്കെ റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് നിസ്കരിക്കാം, റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നോമ്പ് നോക്കാം, റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ഹജ്ജ് ചെയ്യുക എന്നിങ്ങനെ വരികയാണെങ്കിൽ എന്താണ് ഇസ്ലാമിൽ അതിന്റെ വകുപ്പ്? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ ഇതിന് മാത്രമായിട്ട് വകുപ്പ് ഉണ്ടാവുമല്ലോ. ജന്മദിനാഘോഷത്തിന് മാത്രം റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ച ശിർക്കല്ല, ബാക്കിയുള്ളതൊക്കെ ശിർക്കാണ് എന്നാണോ? എന്നത് പറഞ്ഞോളി. അതല്ല, അത് ആഗ്രഹിച്ചാലും ശിർക്കല്ല എന്നാണോ? എങ്കിൽ എന്താണ് ഒരു പ്രമാണം പറയാനുള്ളത്? ഇത് ഈ മറ്റു ആരാധനകൾക്കും ബാധകമാണോ? ജന്മദിനാഘോഷത്തിന് മാത്രമാണോ? ഇനി അതല്ല എല്ലാ ഇബാദത്തും അങ്ങനെ അള്ളാഹിനെ പൊരുത്തും റസൂലുള്ളാഹിനെ പൊരുത്തും ആഗ്രഹിക്കാമെന്നാണെങ്കിൽ അതിനെന്താണ് പ്രമാണം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഫൈസൽ മൗലവി എന്ന മുലിംചൂടാമന്നിനെ തന്നെ ഇറക്കിക്കൊണ്ടാണ് ഇവിടെ തുടക്കം കുറിച്ചത്. നമുക്ക് സന്തോഷമുണ്ട്. ഫൈസൽ മൗലവി തന്റെ വാദത്തെ ഒരു തെളിവും പറഞ്ഞ് ഇവിടെ സമർത്ഥിച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ സമർത്ഥനത്തിൽ വന്ന മഹാ അപരാധമായിട്ട് തന്നെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു അവരുടെ വാദം? നബിയുടെ പൊരുത്തം ആഗ്രഹിച്ചാൽ ശിർക്കാണ്. എന്തെങ്കിലും ഒരു തെളിവ് പറഞ്ഞോ? നബിയുടെ പൊരുത്തം കുറെ ഞങ്ങളെ കളിയാക്കി, ജലീൽ ദാരിമിനെ കുറെ പരിഹസിച്ചു. ഞങ്ങൾ വളരെ മാന്യമായി സംസാരിച്ചു, നിങ്ങൾ വളരെ പരിഹാസത്തോടു കൂടി സംസാരിച്ചു. അത് നിങ്ങളുടെ സംസ്കാരവും ഞങ്ങളുടെ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസമായിട്ട് ആളുകൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇവിടെ ഫൈസൽ മൗലവി എന്തെങ്കിലും ഒരു തെളിവ് പറഞ്ഞോ? ശിർക്കാണ് തെളിവ് പറഞ്ഞോ? പറഞ്ഞില്ല. ഹറാമാണ് തെളിവ് പറഞ്ഞോ? പറഞ്ഞില്ല. ബിദ്അത്താണ്, അത് ശർഈ ബിദ്അത്താണ് എന്തെങ്കിലും ഒരു തെളിവ് പറഞ്ഞോ? പറഞ്ഞില്ല.
പിന്നെ വ്യാജമായ കുറെ പരിഹാസങ്ങളും അത് അക്കാലൂന ബത്താലൂന എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അതും ഇതും പറഞ്ഞു എന്നുള്ളത് മാത്രമേ അദ്ദേഹത്തിന്റെ ഈ വിഷയാവതരണത്തിലും ചോദ്യത്തിലും ഒക്കെ വരുന്നുള്ളൂ. യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? മുജാഹിദുകളുടെ വാദത്തെക്കുറിച്ച് ജലീൽ ദാരിമി ഒന്നും പറഞ്ഞില്ല എന്നാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. എന്താ ഫൈസൽ മൗലവി മുജാഹിദിന്റെ വാദം എന്താ ഈ വിഷയത്തില്? നിങ്ങൾ ഈ മോഡേൺ മുജാഹിദുകൾ മാത്രമാണോ മുജാഹിദ്? ഒറിജിനൽ മുജാഹിദിന്റെ ഫൈസൽ മൗലവി ഒറിജിനൽ മുജാഹിദ് 1950-കൾക്ക് മുമ്പുള്ള മുജാഹിദ്, KM മൗലവി, EK മൗലവി, MCC മൗലവി, അവര് നബിദിനാഘോഷം, ആ മൗലിദിന്റെ സദസ്സ് പുണ്യ സദസ്സാണ് എന്ന് പ്രഖ്യാപിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്തവരാണ്. നബിദിനാഘോഷം കൊണ്ടാടേണ്ടതാണ് എന്ന് വളരെ വ്യക്തമായി എഴുതിയവരാണ്, കൊണ്ടാടിയവരാണ്. മുസ്ലിം ഐക്യ സംഘം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു സംഘടന ഉണ്ടായിരുന്നില്ലേ നിങ്ങളുടെ മുജാഹിദുകൾക്ക്? അവരൊന്നും മുജാഹിദല്ലേ? അവർ ജൂതന്മാരാണോ? നിങ്ങൾ പറഞ്ഞു ഇത് ജൂതായുസമാണ്, ഷിയായുസമാണ്. KM മൗലവി ജൂതനാണോ? KM മൗലവി ഷിയയാണോ? നിങ്ങളുടെ നേതാക്കന്മാരും തലതൊട്ടപ്പന്മാരും നബിദിനാഘോഷത്തിന്റെ അപ്പോസ്തലന്മാരായിരുന്നു. അവരെയാണ് നിങ്ങൾ ജൂതന്മാരാക്കിയത്, ഞങ്ങളെയല്ല. അവരെയാണ് നിങ്ങൾ ഷിയാക്കളാക്കിയത്, ഞങ്ങളെയല്ല. അവരെയാണ് നിങ്ങൾ ഖുറാഫികളാക്കിയത്. നിങ്ങൾ ആ ഖുറാഫികളും ജൂതന്മാരും ഷിയാക്കളുമായ ആ വിഭാഗത്തിന്റെ അനുയായികളാണോ? അല്ല. അവരിൽ നിന്ന് നിങ്ങൾ തെറിച്ചു പോയി പുതിയ സക്കരിയ വിഭാഗമായിട്ട് നിങ്ങൾ മാറി. സക്കരിയ മൗലവി നിങ്ങളിൽ നിന്ന് തെറിച്ചുപോയി എന്ന് പറയുന്നത് കേൾക്കുന്നു. ഞങ്ങൾക്ക് അതിൽ പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ മുജാഹിദുകളെ സംബന്ധിച്ച് എന്നുള്ളത് നിങ്ങൾ ശരിയല്ല. റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ മൗലിദ് ആഘോഷിക്കുന്നത് ശിർക്കല്ല ആണ് എന്നുള്ളതിന് ഒരു തെളിവും എന്റെ സഹോദരൻ എന്റെ ഫൈസൽ മൗലവി ഇവിടെ സമർത്ഥിച്ചിട്ടില്ല. അല്ലാത്ത വിഷയങ്ങൾ അവർ നിൽക്കട്ടെ. നബിദിനാഘോഷമാണ് നമ്മുടെ ചർച്ച. നബിദിനാഘോഷത്തിൽ റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്നത് ശിർക്കല്ല. മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ഒരു ഇബാദത്തല്ലേ? ഒരു മാതാവിന്റെ സന്തോഷം പൊരുത്തം ആഗ്രഹിച്ച് ചെയ്താൽ ശിർക്കാവോ? ഇസ്ലാമിന്റെ ഉസൂലല്ലേ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്? അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടിയായി എന്റെ സമയം തീർന്നു എന്നാണ് തോന്നുന്നത്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ധാരാളം സമയം കുറച്ച് ബാക്കിയുണ്ട്. പക്ഷെ നിങ്ങളുടെ തീർന്നേ ഉള്ളൂ. സമയയുടെ ബാക്കി തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ തീർന്നു. ഇത് വരുമ്പത്തനങ്ങനെയാണെങ്കിൽ ഇത് മുടി ചൂടാമെന്നാൽ നിങ്ങൾക്ക് തോന്നിയാലും നിവൃത്തിയൊന്നുമില്ല. ഇത് കൂട്ടത്തിൽ ഏറ്റവും ചെറിയാണ് ഞാൻ. ഇനി ബാക്കിയെല്ലാം വരാൻ കിടക്കുക. നിങ്ങളെ മുമ്പ് ഞാൻ തന്നെ മതി എന്നുള്ളതാണ് ഞാൻ വന്നത്. അപ്പൊ അതൊക്കെ ഒന്നും കാര്യമില്ല. ഇവിടെ ചോദ്യം അതായിരുന്നില്ല. നിങ്ങൾ ചോദ്യം എന്താ കേട്ടില്ലേ? അതോ ബേജാറോട് പറയാൻ കഴിയാതെ പോയോ? എന്റെ ചോദ്യം എന്താ? നിങ്ങളിവിടെ വാദം എഴുതി റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് മൗലിദാഘോഷം നിർവഹിക്കൽ ശിർക്കല്ല, അത് പുണ്യകർമ്മമാണ്, മുസ്തഹബാണ്. എന്റെ ചോദ്യം അതിന് തെളിവെന്താന്നുള്ളതല്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ചോദ്യം ഈ ഒരു മാനദണ്ഡം അത് മൗലിദാഘോഷത്തിന് മാത്രമാണോ ബാധകം, അതല്ല ബാക്കിയുള്ളതിനുമുണ്ടോ? നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങി എല്ലാത്തിനും ഇതേ മാനദണ്ഡമുണ്ടോ? മാതാപിതാക്കളെ പൊരുത്തം ചർച്ച ചെയ്യാം, കുഴപ്പമില്ല. മാതാപിതാക്കളെ പൊരുത്തം, ഉസ്താദുമാരെ പൊരുത്തം ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ഇവിടെ ഇസ്ലാഹി മാസിക എഴുതിയതാണല്ലോ വിഷയം. ഇസ്ലാഹി മാസികയിൽ വന്ന പരാമർശം നിങ്ങളെ ക്ലാസ് റൂമിലിട്ട് ആഘോഷിച്ചപ്പോഴാണ് ഇതിലേക്ക് എത്തിപ്പെട്ടതെന്നെ. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ എഴുതിയ ഈ വാദം മൗലിദാഘോഷത്തിന് മാത്രമാണോ ബാധകം, അതല്ല നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, സ്വതക്ക തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഒരാൾ അള്ളാഹിനെ പൊരുത്തും കാണിച്ചു, റസൂലിനെ പൊരുത്തും കാണിച്ചു എങ്കിൽ അത് ഇസ്ലാം, അതും ശിർക്കല്ല എന്നാണോ? അത് പുണ്യകർമ്മമാണ് എന്നാണോ? അത് മുസ്തഹബാണ് എന്നാണോ? എങ്കിൽ എന്താണ് തെളിവ്? അതാണ് ചോദിച്ചത്. നിങ്ങൾക്കിത് ഒന്നും പറയാൻ കിട്ടാത്ത തൊള്ളിൽ വെള്ളം കഴിഞ്ഞത് സമയം കഴിഞ്ഞ ഒരു കൂട്ടുകാരില്ല. സമയമല്ല കഴിഞ്ഞത്, നിങ്ങളെ സമയം കഴിഞ്ഞു മാത്രം. ഇവിടെ നിശ്ചയിക്കപ്പെട്ട സമയം നിങ്ങൾക്ക് ബാക്കിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ മറുപടി പറയണം. കാരണം നമ്മൾ പ്രധാന ഭാഗം അത് തന്നെയാണ്. അൽമുർഷിദും KM മൗലവിയും ഒക്കെ ചർച്ച ചെയ്യാം. ഒറിജിനൽ മുജാഹിദ് ചെല്ലിയ മൗലിദ് അത് നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ തന്നെ പൗതി പ്രശ്നം തീരും. KM മൗലവി നടത്തിയ മൗലിദാഘോഷം എന്തോ അത് നടത്തങ്ങൾ ചെയ്യാറുണ്ടോ? എന്നാ പ്രശ്നം ഇവിടെ തീരും. ഈ ചർച്ച ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ആ അൽമുർഷിദ് ഫോട്ടോസ് എടുത്തിട്ട് 4 വട്ടങ്ങൾ വായിച്ചിട്ട് അത് പ്രകാരങ്ങൾ നബിദിനാഘോഷങ്ങൾ ഒന്ന് ക്രമീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ എല്ലാ പ്രശ്നത്തിലും അപ്പൊ മനസ്സിലാവും ആ KM മൗലവി പറഞ്ഞോടത്താൻ ഞങ്ങളിപ്പോഴുള്ളത്. നിങ്ങൾക്ക് KM മൗലവിയും തിന്നിട്ടില്ല, ഞങ്ങളും തിന്നിട്ടില്ല, സക്കരാസുലാനും തിന്നിട്ടില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിന്നിട്ടില്ല, പിന്നല്ലേ ഞങ്ങൾ തിന്നല്. അപ്പൊ അതുകൊണ്ട് ചോദ്യം ഇതാണ്, ഈ പറഞ്ഞ മാനദണ്ഡം നബിദിനാഘോഷത്തിന് മാത്രമാണോ, അതല്ല നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, സ്വതക്ക തുടങ്ങി ഇസ്ലാമിലെ എല്ലാ ഇബാദത്തിനും ഇതേ മാനദണ്ഡമുണ്ടോ? ആ ഇബാദത്തുകളും റസൂലുള്ളാഹിന്റെ പൊരുത്തം കൂടി കാംക്ഷിച്ചുകൊണ്ട്, അള്ളാഹിന്റെ പൊരുത്തവും റസൂലുള്ളാഹിന്റെ പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് ചെയ്താൽ എന്താണ് അതിന്റെ വകുപ്പ്? അത് ശിർക്കാണോ, ശിർക്കല്ലേ? അതും പുണ്യകർമ്മമാണോ, അതും ബിദ്അത്തല്ല എന്നാണോ? എങ്കിൽ മാനദണ്ഡം ഇത് തെളിവെന്ത്?
പിന്നെ ഇവിടെ 4 മിനിറ്റ് എന്ന് അടിച്ചപ്പോൾ മാത്രമാണ് ഞാൻ നിർത്തിയത്, അല്ലാതെ എനിക്ക് പറയാൻ തീർന്നത് കൊണ്ടല്ല. എനിക്ക് പറയാൻ തീർന്നിട്ടില്ലായിരുന്നു. പക്ഷെ 4 മിനിറ്റ് എന്ന് നിങ്ങളുടെ അഡ്മിന്മാർ അടിച്ചപ്പോൾ മാത്രമാണ് ഞാൻ നിർത്തിയത്. അതുപോലെ അത് നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ടതല്ല. ഇപ്പോ ഫൈസൽ മൗലവി ഇതാ ഞങ്ങളുടെ വാദത്തെ അംഗീകരിച്ചിരിക്കുന്നു. കെ എം മൗലവി എന്താണോ പറഞ്ഞത് അവിടെ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അൽഹംദുലില്ലാ, കെ എം മൗലവി എന്താണോ പറഞ്ഞത് അത് നമുക്ക് തീരുമാനിക്കാം. കെ എം മൗലവി പറഞ്ഞിടത്താണ് ഫൈസൽ മൗലവിയും അതുപോലെ തന്നെ സക്കരിയ ഗ്രൂപ്പും നിലനിൽക്കുന്നത് എന്നിതാ ഫൈസൽ മൗലവിയുടെ സമ്മതിച്ചിരിക്കുന്നു. എന്നാൽ ഞാനിത് വായിക്കാം. കെ എം മൗലവിയുടെ വാദം എന്താണ്? പവിത്ര റബീഉൽ അവ്വൽ മാസം ഇതാ നമ്മളോട് അഭിമുഖീകരിക്കുവാൻ പോകുന്നു. റബീഉൽ അവ്വൽ മാസം പിറക്കുന്നു എന്ന് കേൾക്കുമ്പോൾ മുസ്ലിങ്ങൾ ആനന്ദ തുന്തിലരായി ഭവിക്കുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു റബീഉൽ അവ്വൽ മാസത്തിലാണ് ലോകൈക മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതനായത് എന്നതാണ് അതിന് കാരണം. ആ മാസം കൊണ്ടാടുവാൻ മുസ്ലിങ്ങൾ ഉത്സുകരായി തന്നെ ഇരിക്കുന്നു. ഇതാണ് കെ എം മൗലവി പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് ഫൈസൽ മൗലവി ഇതാ സമ്മതിച്ചിരിക്കുന്നു. ഫൈസൽ മൗലവി ഇവിടുത്തെ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ച് ജൂതായിസത്തിന്റെ പിന്മുറക്കാരാണ്, ഷിയായിസത്തിന്റെ പിന്മുറക്കാരമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇത് ഒറിജിനൽ മുജാഹിദുകൾ ഇവിടെ മുസ്ലിം മുഖ്യധാരയോടൊപ്പമാണ് എന്ന വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ വിശദീകരിച്ചപ്പോൾ അതിൽ നിന്ന് തലയുരാൻ വേണ്ടി ഞങ്ങളുടെ തലതൊട്ടപ്പന്മാർ ഞങ്ങൾക്കെതിരാണല്ലോ എന്നുള്ളതിന്റെ ജാലിത മറച്ചുവെക്കാൻ വേണ്ടി ഫൈസൽ മൗലവി ഇതാ സുന്നത്ത് ജമാഅത്തിന്റെ വാദം അംഗീകരിച്ചിരിക്കുന്നു. ഞങ്ങൾ കെ എം മൗലവി എവിടെയാണോ നിൽക്കുന്നത് അവിടെയാണ് നിൽക്കുന്നത്. എന്താണ് കെ എം മൗലവി പറഞ്ഞത്? പവിത്ര റബീഉൽ അവ്വൽ മാസം ഇതാ നമ്മൾ അഭിമുഖീകരിക്കുവാൻ പോകുന്നു. റബീഉൽ അവ്വൽ മാസം പിറക്കുന്നു എന്ന് കേൾക്കുമ്പോൾ മുസ്ലിങ്ങൾ ആനന്ദ തുന്തിലരായി ഭവിക്കുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് റബീഉൽ അവ്വൽ മാസത്തിലാണ് ലോകൈക മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതനായ അന്നതാണ് അതിന് കാരണം. മൗലിദിന്റെ മജ്ലിസ് ഒരു പുണ്യ സദസ്സു തന്നെയാണ്. ഫവലദത്തിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെയല്ലേ നിങ്ങളുടെ അൽ ഇർഷാദും അൽ മുർഷിദിലും പറഞ്ഞത്? പിന്നെ അത് ഫോട്ടോസ്റ്റാറ്റ് ആയി പോയി എന്നുള്ളതാണ്. ഫൈസൽ മൗലവി, നിങ്ങൾക്ക് ഇതിന്റെ ഇൽമുണ്ടോ? നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കിയാൽ കാണുന്നുണ്ടോ? നിങ്ങളിപ്പോ എവിടെ ഉള്ളത്? പുതുപ്പറമ്പാണുള്ളത്. എന്റെ അടുക്കൽ എന്റെ മേശപ്പുറത്ത് ഒറിജിനൽ അൽ മുർഷിദും അൽ ഇർഷാദുമാണ്. സഹോദര, അത് ഫോട്ടോസ്റ്റാറ്റ് അല്ല. ഫോട്ടോസ്റ്റാറ്റ് ആണെങ്കിൽ കുഴപ്പമുണ്ടോ? ഫോട്ടോസ്റ്റാറ്റ് ആണെങ്കിൽ കെ മൗലവി പറഞ്ഞത് നമുക്ക് വായിക്കാൻ പറ്റൂല എന്നുള്ള നിയമം നിങ്ങളുടെ ഏതെങ്കിലും ഏതിലുണ്ടോ? അപ്പോ നിങ്ങൾ ഇതാ ഞങ്ങളുടെ വാദം അംഗീകരിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, നമ്മുടെ വാദപ്രതിവാദം ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. ഫൈസൽ മൗലവി നമ്മുടെ വാദം അംഗീകരിച്ചിരിക്കുന്നു. പിന്നെ റബീഉൽ മാസത്തിൽ റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ പൊരുത്തം ആഗ്രഹിച്ച ശിർക്കല്ല എന്നുള്ള ഞങ്ങളുടെ വാദത്തെ കുറിച്ച് മുമ്പർക്ക് ഒന്നും ചോദിക്കാനില്ല. അല്ലാത്ത ഇബാദത്തിൽ റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ചാലോ? അള്ളാഹുവിന്റെ പൊരുത്തം മാത്രമാണ് എല്ലാ ഇബാദത്തിലും ആഗ്രഹിക്കേണ്ടത് എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള ഒരു പൊരുത്തമുണ്ട്. ആ പൊരുത്തമല്ല സഹോദര റസൂലുള്ളാഹിന്റെ പൊരുത്തം എന്ന് പറയുന്നത്. റസൂലുള്ളാഹിന്റെ മേൽ സലാത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ മദ്ഹ് പറയുമ്പോഴും അവിടുത്തെ ശുക്റിനിക്ക് നിഅമത്ത് ചെയ്യുമ്പോഴൊക്കെ റസൂലുള്ളാഹിന്റെ ആ ഇഷ്ടവും പ്രീതിയും ആഗ്രഹിക്കുക അത് ഇസ്ലാം അംഗീകരിച്ച കാര്യമാണ്. അല്ലാമെങ്കിൽ നിങ്ങൾ തെളിവ് ഒരു മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുക എന്നുള്ളത് ഒരു ഇബാദത്തല്ലേ? മാതാപിതാക്കളുടെ പൊരുത്തവും ഇഷ്ടവും ആഗ്രഹിക്കുന്നത് അവിടെ ശിർക്കാണെന്ന് പറയാൻ പറ്റുമോ? എന്ത് പൊട്ട പോയത്തരമാണ് ഈ പറയുന്നത്? അതുകൊണ്ട് തന്നെ എന്നുകൊണ്ട് ഇവൽ വാലിദൈനി, മാതാപിതാക്കളുടെ പൊരുത്തം എന്നുള്ളത് ഇസ്ലാം അംഗീകരിച്ച കാര്യമല്ലേ? വല്ലാഹു വറസൂലുഹു അഹഖു അൻ തുർദൂഹു, അല്ലാഹുവും റസൂലും പിന്നെ റസൂലിനെ പൊരുത്തത്തിൽ റസൂലുള്ളാഹിനെ പൊരുത്തം സമ്പാദിക്കുക എന്നുള്ളത് ഖുർആൻ ആവശ്യപ്പെട്ട കാര്യമല്ലേ? അതുകൊണ്ട് തന്നെ അത് ശിർക്കിന്റെ ഒരു പ്രശ്നമല്ല, ശിർക്കാവുക എന്നുള്ളൊരു പ്രശ്നമല്ല. ആണ് എന്നുള്ളതിന് വല്ല തെളിവുകൾ ഉദ്ധരിക്കൂ എന്നിട്ട് ചോദിക്കൂ. നിങ്ങൾക്കൊരു തെളിവ് ഉദ്ധരിക്കാനില്ല, എന്നിട്ട് വേറെ ചില ഇബാദത്തുകളെ കൂട്ടിപ്പയച്ചിട്ട് ഈ വിഷയത്തിൽ നിന്ന് ഓടി ഒളിക്കുവാനുള്ള ഫൈസൽ മൗലവിയുടെ ശ്രമം ഇൻഷാ അല്ലാഹ് അത് ഒരിക്കലും തന്നെ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യമല്ല. നിങ്ങൾക്കത് ശിർക്കാണെന്നുള്ള ഒരു ഒറ്റ തെളിവില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ തെളിവ്. നിങ്ങൾക്ക് ശിർക്കാണെന്നുള്ളത് എനിക്ക് തെളിവില്ല എന്നുള്ളതാണ്. ശിർക്കാണ് അല്ല എന്നുള്ളതിന്റെ ഞങ്ങളുടെ തെളിവ്. ഞാൻ എന്റെ സമയം കഴിഞ്ഞു എന്ന് അറിയിച്ചത് ഞാൻ റിലീസ് ചെയ്യുകയാണ്. പിന്നെ ഈ സമയം കഴിഞ്ഞു വ്യക്തമായിട്ട് എന്റെ മിനിറ്റുകൾ സെക്കൻഡും ഒക്കെ നോക്കിയിട്ട് അടിക്കണം കേട്ടില്ലേ മുഹമ്മദ് സാഹിബ്? ആരാണെങ്കിലും സമയം കഴിഞ്ഞു എന്ന് 12:55:45 അതിന് മുമ്പ് തന്നെ കഴിഞ്ഞു എന്ന് അടിക്കേണ്ട. സമയമായ ശേഷം മാത്രം അടിച്ചാൽ മതി. പിന്നെ അഡ്മിന്മാര് ടൈം ഓവർ എന്ന് മാത്രം അടിക്കും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നുകൂടി അറിയിക്കുന്നു. മറ്റുള്ള സമയങ്ങളോ മറ്റു ആളുകൾ എഴുതുന്നതൊന്നും സംസാരിക്കുന്ന ആളുകൾ ആരാണെങ്കിലും, ചോദ്യം ചോദിക്കുന്ന ആളുകളാണെങ്കിലും മറുപടി പറയുന്ന ആളുകളാണെങ്കിലും അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. 4 മിനിറ്റ് 3 മിനിറ്റ് 2 മിനിറ്റ് എന്നൊക്കെ എഴുതി കാണിക്കുന്നൊന്നും ശ്രദ്ധിക്കണ്ട. ടൈം ഓവർ എന്ന് അടിക്കും. അത് പിന്നെ ഒരു മിനിറ്റ് മാത്രം നോക്കി അടിക്കണ്ട. കൃത്യമായി സെക്കൻഡും കാര്യങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഇവിടെ നോക്കി അടിക്കുന്നത്. അതിന് ഉഫർ ചെറുപ്പശ്ശേരിയും അത് വളരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അറിയിക്കുന്നു. അപ്പോ
അത് ശ്രദ്ധിക്കണം. അല്ലാതെ നമ്മൾ ഈ ആളുകൾ തന്നെ മധ്യസ്ഥന്മാർ തന്നെ അതിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടാകരുത് എന്ന് പ്രിയപ്പെട്ട മുഹമ്മദ് കുട്ടിയോടുകൂടി ഉണർത്തി മറുപടി പറയാൻ ഫൈസൽ മുസ്ലിയാരെ ക്ഷണിച്ചോളൂ. എവിടെ ചോദിച്ചതിന് മറുപടി? ഞാൻ ചോദിച്ച ഉത്തരം എവിടെ? ഞാൻ ചോദിച്ചത് എന്താ? നിങ്ങളെ വാദം നിങ്ങൾ എഴുതി റസൂലുള്ളാഹിനെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടുള്ള നബിദിനാഘോഷം ശിർക്കല്ല. എന്റെ ചോദ്യം എന്താണ്? നിങ്ങൾ എഴുതിയ വാദം നബിദിനാഘോഷത്തിന് മാത്രമാണോ, അതല്ല നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, സ്വതക്ക തുടങ്ങിയ കർമ്മങ്ങൾക്കും ഇത് ബാധകമാണോന്നാ? അതെന്താ നിങ്ങൾ കേൾക്കാത്തത്? അവിടേക്ക് എന്താ എത്താത്തത്? നിങ്ങളിപ്പോഴും കേമലിന്റെ പിന്നാലെയാണ്. നിങ്ങൾക്ക് അവിടെ പയച്ചത് ഫോട്ടോസായിട്ട് മറ്റൊന്നല്ല പ്രശ്നം. കേമോല് എന്താണോ എഴുതിയത് ആ മൗലിലേക്ക് നിങ്ങളെ മൗലിൽ മാറ്റിയതിന്റെ പ്രശ്നം പകുതി തീരുന്ന ഞാൻ പറഞ്ഞത്. ഫുള്ള് തീരുന്നില്ല, പകുതി തീരും. കേമോല് എന്താണോ എഴുതിയത്, കേമോല് ഏത് രൂപത്തിലാണ് പരിചയപ്പെടുത്തിയത്, അവിടേക്ക് നിങ്ങളുടെ മൗലികാഘോഷങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ പകുതി തീർന്നും. ബാക്കി നമ്മൾ തീർക്കാൻ എളുപ്പമുണ്ട്. അപ്പൊ അതിലൊന്നും കൂടിയിട്ട് പോലെ സമയം കളയണ്ട. ഈ ചോദിച്ച എന്താ മറുപടി പറയാനുള്ളത്? റസൂലുള്ളാഹിനെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് നബിദിനം ആഘോഷിക്കൽ എന്നതാണ് വിഷയം. എങ്കിൽ അത് നബിദിനാഘോഷത്തിന് മാത്രമാണോ, അതല്ല നിസ്കാരം, നോമ്പ്, സക്കാത്ത് തുടങ്ങിയവക്കും അത് ബാധകമാണോ? അതിന് ഉത്തരം പറയണം. ഇനി എന്നെ കൂടെ രണ്ടാമത്തെ ചോദ്യം. നിങ്ങൾ ഇനി പറയാതെ ഇങ്ങനെ പോണോണ്ട് എന്റെ സമയം കളയാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ തെളിവ് പറഞ്ഞിട്ടില്ല, നിങ്ങൾ ചോദിക്കുക, അപ്പൊ പറയാ. ചോദിക്കണ സമയമാവട്ടെ, നിങ്ങൾ കാത്തിക്ക്. ചോദിക്കണ സമയം നമ്മൾ ചോദിച്ചോളി. അപ്പൊ ഇൻഷാല്ലാ കൃത്യമായി പറഞ്ഞുതരാം. ഇതെങ്ങനെ ശിർക്കാവാ, എന്താ ശിർക്ക്, എല്ലാം പഠിപ്പിച്ചുതരാം. ഒരു ബേജാറും വേണ്ട. മംഗലാപുരത്തിന് ബോധ്യം പഠിച്ചു പോയതല്ലേ, പിന്നെ എവിടെ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ അപ്പൊ ചോദിച്ചോളൂ, അപ്പൊ പറഞ്ഞുതരാം. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇസ്ലാഹി മാസികയാണല്ലോ നമ്മുടെ ചർച്ചയ്ക്ക് ബേസായി വന്നത്. ആ ഇസ്ലാഹി മാസികയിൽ ആ ലേഖനത്തിൽ ആരംഭിക്കുമ്പോൾ ഒന്നാമത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നു, സാധാരണയായി ഒരു മുസ്ലിം അനുഷ്ഠിച്ചു പോരുന്ന നിർബന്ധ കർമ്മങ്ങളും മറ്റു സുന്നത്തായ കാര്യങ്ങളും അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചെയ്തു വരാറുള്ളത്. അള്ളാഹു അല്ലാത്തവരുടെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കൽ ശിർക്കാണെന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമില്ല. ഈ വാചകം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ഈ വാചകത്തിലും നിങ്ങൾ തർക്കമുണ്ടോ ഇല്ലേ? ഇവിടെ പറഞ്ഞെന്താണ്? അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കാംക്ഷിച്ചുകൊണ്ടാണ് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാറുള്ളത്. അള്ളാഹു അല്ലാത്തവരുടെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നത് ശിർക്കാണെന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമില്ല. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? അതല്ല ഇതിലും തർക്കമുണ്ടോ ഇല്ലേ? ഇതാണ് ഞങ്ങൾ രണ്ടാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം അവിടെ ഉണ്ട്, അത് നിങ്ങൾ പറയണം. അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ എല്ലാ കർമ്മങ്ങൾക്കും ഇത് ബാധകമാണോ? അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഇസ്ലാഹി മാസികയിൽ നമ്മൾ ഏത് ലേഖനമാണോ ചർച്ചയ്ക്ക് കാരണമായി മാറിയത് ആ ലേഖനത്തിന്റെ ആദ്യ വരികളിൽ പറയുന്ന ഈ ഭാഗം, ആ ബേസിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാഹിന്റെ ലേഖനം പൂർണ്ണമായും എഴുതിയിട്ടുള്ളത്. ഈ ഒരു അസുല്, ഈ ഒരു ബേസ്, അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതല്ല അതിലും നിങ്ങൾക്ക് തർക്കമുണ്ടോ? അതാണ് രണ്ടാമത്തെ ചോദ്യം. കേട്ടില്ല എന്ന് പറയണ്ട. ഒന്നാമത്തും പറയണം, രണ്ടാമത്തും പറയണം. ഫോട്ടോസെറ്റ് ആയാലും കുഴപ്പമില്ല, ഒറിജിനലായും കുഴപ്പമില്ല, മേശപ്പുറത്തായാലും കുഴപ്പമില്ല, മേശ ചോട്ടിലായും കുഴപ്പമില്ല. ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. അല്ലാണ്ട് ഇനിയും നിങ്ങൾ അല്ലാത്ത വഴുത് പറഞ്ഞിട്ട് സാധാരണ പോണ പോലെ ആ വഴുതിന്റെ പിന്നാലെ പോവുകയാണെങ്കിൽ അതല്ല, ഇത് സംവാദമാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അതെ, സംവാദം തന്നെയാണ്. ഫൈസൽ മൗലവിനെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ ഫൈസൽ മൗലവി ഒന്നാമത്തെ ചോദ്യത്തിനത് വിട്ടത്? ഒന്നാമത്തെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞു മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് എടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഇബാദത്തായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തിയതല്ലേ? മാതാപിതാക്കളുടെ ഇഷ്ടം, മാതാപിതാക്കളുടെ പൊരുത്തത്തിന് കീഴിലാണ്, മാതാപിതാക്കളുടെ കാലടിപ്പാടുകൾക്ക് കീഴിലാണ് സ്വർഗമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പോലെ കാലിന്റെ ചോട്ടാണെന്നല്ല, അവരുടെ സന്തോഷത്തിന്റെയും പൊരുത്തത്തിന്റെയും ചുവട്ടിലാണെന്നാണ്. അപ്പൊ പൊരുത്തം ആഗ്രഹിക്കുക, സന്തോഷം ആഗ്രഹിക്കുക എന്നുള്ളത് ഒരിക്കലും ശിർക്കിന്റെ മാനദണ്ഡമല്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇസ്ലാം മാസികയിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നതല്ല ഇവിടുത്തെ വാദത്തിന്റെ വിഷയം. അന്ന് സംവാദത്തിന്റെ വ്യവസ്ഥയിലൊന്നും ഇരിക്കാൻ വേണ്ടി വരേണ്ടതായിരുന്നു ഫൈസൽ മൗലവി. അത് വരാത്തതൊരു കുഴപ്പം നിങ്ങളുടെ തലയിൽ കയറിയിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. കെ എം മൗലവി പറഞ്ഞതുപോലെയാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കെ എം മൗലവിയുടെ അൽ മുർഷിദിലുള്ള വാചകം വായിക്കൂ. എന്താ കെ എം മൗലവി? ഞാൻ ഒന്നുകൂടി വായിക്കാം. കെ എം മൗലവിയും ഇ കെ മൗലവിയും അവരാണ് മുജാഹിദുകൾ. നിങ്ങളൊന്നും മുജാഹിദുകളാണ്, നിങ്ങൾ കൃത്രിമമായ ഡ്യൂപ്ലിക്കേറ്റ് മുജാഹിദുകളാണ്. ഡ്യൂപ്ലിക്കേറ്റ് മുജാഹിദുകളെ സാക്ഷാൽ മുഖ്യധാര മുജാഹിദുകളായിട്ട് അവതരിപ്പിക്കുന്ന നിങ്ങളുടെ ഈ കൃത്യവിലാപത്തെ ചെറുക്കുവാൻ വേണ്ടി കൂടിയാണ് ഞങ്ങളുടെ ഈ സംവാദം എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നുകൂടി ഞാൻ വായിക്കാം. ദീനദയാലുവായ പ്രഭു, ഉത്കൃഷ്ട പരിശീലകനായ ഉത്തമ ഗുരു,
ദൈവ സന്ദേശവാഹി ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. അതിനാൽ ആ മാസത്തെ മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു. മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു എന്നാണ് ഫൈസൽ മൗലവി പറഞ്ഞത്. ജൂതലോകം എന്നല്ല, ഷിയാക്കള ലോകം എന്നല്ല. മനസ്സിലായോ? ജൂതലോകം ഷിയാക്കള ലോകം എന്നല്ല കെ എം മൗലവി, ഇ കെ മൗലവിയും സാക്ഷാൽ മുജാഹിദുകൾ പറയുന്നത്. മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു. മാത്രമല്ല ലോകം മുഴുവനും കൊണ്ടാടേണ്ടതുമാണ് എന്നാണ്. ഫൈസൽ മൗലവിയോട് നിങ്ങൾ എവിടുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ജൂതന്മാരും ഷിയാക്കളുമാണെന്ന് നിങ്ങൾ ആരോപിക്കുന്നത് ഞങ്ങളെയല്ല, നിങ്ങളുടെ നേതാക്കന്മാരെയാണ്. മനസ്സിലാക്കണം. നിങ്ങളുടെ നേതാക്കന്മാർ രൂപീകരിച്ച പ്രസ്ഥാനത്തിന്റെ കീഴിൽ അണികളായിട്ട് ചേരാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? ജൂതന്മാരും ഷിയാക്കളുമാണെങ്കിൽ. ഇപ്പോ ഈ രണ്ടാമത്തെ ചോദ്യത്തിന് എന്താ പറഞ്ഞത്? ഇവിടെ ഇസ്ലാഹി മാസികയിൽ ഉള്ള ഒരു പരാമർശത്തെ കുറിച്ച് നിങ്ങൾ മറുപടി പറയുന്നത്. നമ്മുടെ വാദത്തിൽ എന്താ? റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിൽ ആഘോഷിക്കുന്നത് ശിർക്കാണ് എന്നുള്ളതിന് നിങ്ങളുടെ പ്രഭാഷണത്തിൽ നിങ്ങൾ വല്ല തെളിവും പറഞ്ഞോ? നിങ്ങൾക്ക് തെളിവില്ല. ഞങ്ങളുടെ തെളിവെന്താ? നിങ്ങൾക്ക് തെളിവില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ തെളിവ്. അത് ഇസ്ലാം മാസികയിൽ നിങ്ങൾ തന്നെ എഴുതിയതല്ലേ. ഒരു കാര്യം ശിർക്കല്ല എന്നുള്ളതിന്റെ തെളിവെന്താണ്? ശിർക്കാണ് എന്നുള്ളതിന് തെളിവല്ല എന്നുള്ളതാണ് എന്ന് നിങ്ങൾ തന്നെ എഴുതിയതല്ലേ. 2013 ഏപ്രിലക്കം ഇസ്ലാഹിൽ നിങ്ങൾ തന്നെ എഴുതിയതല്ലേ. ഒരു കാര്യം ശിർക്കല്ല എന്നുള്ളതിന്റെ തെളിവെന്താണ്? ശിർക്കാണ് എന്നുള്ളതിന് തെളിവില്ല എന്നുള്ളതാണ് എന്ന് നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. ജിന്നിനോട് സഹായം ചോദിക്കൽ ശിർക്കല്ല എന്നുള്ളതിന് ഉപോത്ബലകമായിട്ട് നിങ്ങൾ എഴുതിയതല്ലേ. അപ്പൊ ആ മാനദണ്ഡം ഞങ്ങളും ഇവിടെ പറയുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഫൈസൽ മൗലവിയും അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ന്യൂ മുജാഹിദുകൾ മനസ്സിലാക്കണം. ഇവിടെ റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിക്കുക എന്നുള്ളത് ഒരിക്കലും തന്നെ ശിർക്കല്ല. വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു ഇൻ കാനൂ മുഅ്മിനീൻ. റസൂലിനെ പൊരുത്തപ്പെടിപ്പിക്കുക, റസൂലുള്ളാഹിന്റെ പൊരുത്തം സമ്പാദിക്കുക എന്നുള്ളത് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ആവശ്യപ്പെട്ട കാര്യമാണ്. അതൊരിക്കലും തന്നെ ശിർക്കായിട്ട് ഖുർആൻ അവതരിപ്പിച്ചിട്ടില്ല. ഖുർആന്റെ നെസ്സിനെതിരാണ് സഹോദരാണ് നിങ്ങളുടെ വാദം. ഖുർആന്റെ നെസ്സിനെതിരായ വാദമായതുകൊണ്ട് ഖുർആനിനെതിരായ മുഖാലിഫീങ്ങളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളാണ് ഈ വിഷയത്തിൽ പിഴച്ച മുബ്തദിഈങ്ങളായി മാറിയിട്ടുള്ളത്. നബിദിനാഘോഷത്തിന്റെ വിഷയത്തിൽ ഖുർആനിന്റെ നെസ്സിന് എതിരെ വാദിച്ചതുകൊണ്ട് ഫൈസൽ മൗലവിയും അനുയായികളും ഇതാ മുബ്തദിഈങ്ങളായ പുത്തൻവാദികളായി മാറിയിരിക്കുന്നു, പരിണമിച്ചിരിക്കുന്നു. ഈ പുത്തൻവാദത്തിൽ നിന്ന് പിന്തിരിയുവാനുള്ള സുവർണാവസരമായിട്ട് ഈ സംവാദത്തെ ഉപയോഗപ്പെടുത്തണമെന്നാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്. ലോകം നബിദിനാഘോഷം കൊണ്ടാടേണ്ടതാണ്, മുസ്ലിങ്ങളുടെ ആചാരമാണ് എന്ന് പറയുന്നത് മുജാഹിദുകളാണ്, സുന്നികളല്ല. എന്നിട്ട് ആ മുജാഹിദുകളെ സംബന്ധിച്ച് ജൂതൻ പിന്നെ ഷിയായിസം എന്ന് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ, നാണമില്ലേ? നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കൂ. ഇസ്ലാമിൽ എന്തെങ്കിലും എഴുതിയതൊക്കെ ഞങ്ങൾ പറയണമെന്നല്ല, അത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞങ്ങളുടെ വിഷയം എന്താണ്? ഇസ്ലാമിൽ പറഞ്ഞൊരു മാനദണ്ഡമുണ്ട്. നബിയുടെ പൊരുത്തം ആഗ്രഹിച്ചാൽ ശിർക്കാണെന്നുള്ളത്. നബിയുടെ പൊരുത്തം ആഗ്രഹിച്ചാൽ ശിർക്കല്ല. മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ ഇബാദത്തല്ലേ. മാതാപിതാക്കളുടെ സന്തോഷത്തിന്റെ കീഴല്ലേ സ്വർഗം. അവരുടെ പൊരുത്തം വാങ്ങുമ്പോഴല്ലേ സ്വർഗം കിട്ടുക. അതുകൊണ്ട് അത് ശിർക്കാകുമോ? ടൈം ഓവർ ആയതുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളുടെ ഒരൊറ്റ ചോദ്യത്തിനും ഈ വാദവുമായിട്ട് യാതൊരു സംവാദവുമായിട്ട് ഒരു പ്രസക്തിയുമില്ല. ഏതായിരുന്നാലും ഇപ്പോ മുസ്ലിയാർക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ട് ചോദ്യത്തിനാ കുഴപ്പം. മറുപടി നമുക്ക് പറയാൻ വയ്യ. എന്നിട്ട് ചോദ്യമാണ് പ്രശ്നത്തില്. എന്താ പ്രശ്നം? ഇസ്ലാഹി ചോദിച്ചതാ കുഴപ്പം. നിങ്ങളെഴുതിയ വാദം വായിച്ചു നോക്കി. നിങ്ങളെഴുതിയ വാദം എന്താ? ഫെബ്രുവരി മാസം 2008 ഇസ്ലാഹി മാസികയിൽ വന്ന നിബന്ധനകളോടെയാണ് നബിയുടെ പിറന്നാളാവകാശം കൊണ്ടാടുന്നതെങ്കിൽ അത് ശിർക്കല്ല. അതാ നിങ്ങളുടെ വിഷയം തന്നെ. അതാ വിഷയം. ഇസ്ലാഹി മാസികയിൽ വന്ന ഉപാധി പ്രകാരം നബിയുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടുള്ള മൗലിദാഘോഷം ശിർക്കല്ല, അത് പുണ്യകർമ്മമാണ്, അത് മുസ്തഹബാണ്. അതാ നിങ്ങൾ വാദം എഴുതിയിട്ടുള്ളത്. അതെന്തെങ്കിലും മറക്കരുത്. വാദം എഴുതിയെടുത്തനുണ്ട് ഇസ്ലാഹി മാസിക. അതുകൊണ്ടാണ് ഇസ്ലാഹി ചോദിക്കാൻ കാരണം. അല്ല നിങ്ങൾക്ക് ഖുർആൻ ഹദീസും തെളിവാകത്ത് നിങ്ങൾക്ക് പിന്നെ ഇസ്ലാഹി തെളിവാവില്ല, ഞങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്താ തെളിവുള്ളത്? നിങ്ങളെ തൊള്ളല്ല വളർന്ന തെളിവുള്ളത്. അപ്പൊ ഞങ്ങളും നിങ്ങളും എഴുതിയ വാദത്തിലാണ് വന്ന പരാമർശം ഇസ്ലാഹി മാസികയിൽ വന്ന ഉപാധി പ്രകാരം. ആ ഉപാധിയാണ് ഞാൻ ചോദിച്ചത്. ഇസ്ലാഹി മാസികയിൽ ആ ലേഖനം ആരംഭിച്ച് ഇങ്ങനെയാണ്: അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആരാധനാകർമ്മങ്ങൾ ചെയ്തു വരാറുള്ളത്. അള്ളാഹു അല്ലാത്തവരുടെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നത് ശിർക്കാണെന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമില്ല. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേനാ? അംഗീകരിക്കണം എന്നല്ല പറഞ്ഞത്. അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞോളി, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞോളി. ആ രണ്ടാണെന്ന് പറഞ്ഞാൽ മതി. അത് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ നിങ്ങൾ പറയും. അംഗീകരിക്കുന്നുണ്ടോ അത് പറയും. അതിന് തെളിവ് ഞാൻ ചോദിക്കുമ്പോൾ ഓതിക്കോളി. ഇപ്പൊ ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ തെളിവ് ചോദിച്ചിട്ടേ ഇല്ല. ഇപ്പൊ നിങ്ങൾ ചോദിച്ചെന്താ? ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? നിങ്ങൾ ഈ പറഞ്ഞ ഈ മാനദണ്ഡം നബിദിനാഘോഷത്തിന് മാത്രമാണോ ബാധകം?
അതല്ല ഖുർആനും ഹദീസ് അല്ല നിസ്കാരം നോമ്പും സക്കാത്തും ഹജ്ജും സദഖയും അടക്കമുള്ള ഇബാദത്തിനും ഇത് തന്നെയാണോ ബാധകമായിട്ടുള്ളത്? ആണെങ്കിൽ തെളിവെന്ത്? അതാ ഒരു ചോദ്യം. അതെന്തേ നിങ്ങൾ വിടുന്നത്? എന്തേ ഇവിടുന്ന് പോണത്? നിങ്ങൾ മറുപടി പറയണം, പോകാൻ സമ്മതിക്കൂല. രണ്ടാമത് ഇസ്ലാഹി മാസികയിൽ വന്ന നമ്മൾ വ്യവസ്ഥയിൽ വാദത്തിൽ പരാമർശിച്ച ഇസ്ലാഹി മാസിക, അതിൽ വന്ന ഈ ഭാഗം അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? അതാ രണ്ടാമത്തെ ചോദ്യം. അത് നിങ്ങൾ പറയണം. അല്ലാതെ അൽമുർഷിദ് ഖത്തം തീർത്തുകൊണ്ട് സംഗതി രക്ഷപ്പെടൂല. അൽമുർഷിദ് വായിക്കുന്നത് നല്ലതാ. ഇപ്പൊ വായിച്ചു നിർത്തിയില്ല, ബാക്കി കുറച്ചുകൂടി അങ്ങനെ വായിച്ചു പോയാൽ സംഗതി ക്ലിയർ ആവും ചെയ്യും. ഇപ്പൊ എവിടെയാണോ വായിച്ചു നിർത്തിയത് ദേശം കൂടി വായിക്കാം. പക്ഷെ ഈ 4 മിനിറ്റ് കളരുതേ ഉള്ളൂ. നിങ്ങൾ വീട്ടിൽ പോയി സ്വസ്ഥമായി വായിച്ചോളി. ഇവിടെ നിങ്ങൾ എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ സമയമാണ്. ആ സമയത്ത് വെറുതെ അൽമുർഷിദും വായിച്ച് KML മഹത്വം പറഞ്ഞ് മൂപ്പര ഒറിജിനൽ മുജാഹിദ് നല്ലതാ ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ അത് ഒറിജിനൽ ആണെന്നുള്ളത്. KML ഒറിജിനൽ തോന്നിയാൽ അപ്പം സമ്മാനം കഴിയുമ്പോൾ മനസ്സിലാക്കും ഫൈസൽ മൗലവിയും ആ ഒറിജിനൽ തന്നെയാണ് എന്ന് നിങ്ങൾ തുറന്ന് പറയും. പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഉള്ളിലുണ്ടാവും, അത് ഞങ്ങൾക്കറിയാം. അപ്പൊ അതല്ല ഇവിടെ വിഷയം. നേരെ മറിച്ച് 2 ചോദ്യങ്ങൾ ചോദിച്ചു. ആ 2 ചോദ്യങ്ങൾക്ക് മറുപടി: ഒന്ന്, നിസ്കാരം നോമ്പ് സക്കാത്ത് അടക്കമുള്ള എല്ലാത്തിനും ഇത് ബാധകമാണോ? 2, ഇസ്ലാഹി മാസിക ലേഖനം ആരംഭിക്കുന്നിടത്ത് പറഞ്ഞ അള്ളാഹിനെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് ഇബാദത്തുകൾ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ആ ഭാഗം അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? രണ്ടാളെന്ന് പറഞ്ഞാൽ മതി. അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇല്ല എന്ന് പറയാം, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം. ബാക്കി വായന ഇൻഷാ അല്ലാഹ് നമുക്ക് നാട്ടിൽ നിന്ന് വേറെ പറയാം. എന്താ ഫൈസൽ മൗലവി നമ്മുടെ മറുപടിയിൽ പറഞ്ഞ ഒരൊറ്റ പരാമർശങ്ങളെയും തൊടാൻ ഫൈസൽ മൗലവിക്ക് സാധിക്കുന്നില്ല. KM മൗലവിയുടെ പുസ്തകം എടുത്ത് എന്തിനാ? നിങ്ങൾ തന്നെയല്ലേ മുജാഹിദിന്റെ വാദം ഇവിടെ അക്കമിട്ടുകൊണ്ട് ജരീദാരിമി വിഷയാവതരണത്തിൽ ഞങ്ങളെ വാദത്തെയാണ് സമർത്ഥിച്ചതെന്ന് പറഞ്ഞല്ലോ. നിങ്ങളെ വാദം ഏതാണ്? നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താ വാദമുള്ളത്? നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പല വാദങ്ങളുണ്ടായിട്ടുണ്ട്. പൂർവ്വകാല ഒറിജിനൽ മുജാഹിദുകൾ പറയുന്നത് സുന്നത്തായ കർമ്മമാണ് എന്ന്. പിന്നീട് വന്ന മുജാഹിദുകളാണത് ശിർക്കും ബിദ്അത്തുമാക്കിയത്. ദീനിലില്ലാത്തൊരു പുത്തൻ വാദം നിങ്ങൾ കൊണ്ടുവന്നു. അതുകൊണ്ട് ഫൈസൽ മൗലവി, നിങ്ങൾ KM മൗലവി ഉൾപ്പെടുന്ന ആശയം അംഗീകരിക്കുന്ന മുജാഹിദ് അല്ല. ആയിരുന്നുവെങ്കിൽ നിങ്ങൾ ഞാൻ ഈ വായിച്ചതിനെ കുറിച്ച് അപ്പുറത്ത് വായിക്കണമെന്ന്. അത് അപ്പുറത്ത് വായിച്ചാൽ ഇപ്പുറത്തുള്ളത് മൻസൂഖാവോ? അപ്പുറത്ത് വായിച്ചാൽ ഇപ്പുറത്തുള്ളത് മൻസൂഖാവോ? ഞാൻ ഒന്നുകൂടി വായിക്കാം. ദയാലുവായ പ്രഭു, ഉത്കൃഷ്ട പരിശീലകനായ ഉത്തമ ഗുരു, ദൈവ സന്ദേശവാഹി ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. അതിനാൽ ആ മാസത്തെ മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു. ലോകം മുഴുവനും കൊണ്ടാടേണ്ടതുമാണ്. ഈ പറഞ്ഞ KM മൗലവിയും EK മൗലവിയും MCC മൗലവിയും ജൂതനാണോ? അവർ ഷിയാക്കളാണ്. നിങ്ങളല്ലേ പറഞ്ഞത് നബിദിനം ആഘോഷിക്കുന്നത് ജൂതായുസവും ഷിയായുസവുമാണെന്ന്? നിങ്ങളുടെ നേതാക്കന്മാർ പറയുന്നു ഇത് ഇസ്ലാമിസമാണെന്നുള്ളത്. ഇതിലേതാണ് ശരി? ഡ്യൂപ്ലിക്കേറ്റ് മുജാഹിദായ ഫൈസൽ മൗലവിയുടേതാണോ ശരി? ഒറിജിനൽ മുജാഹിദായ KM മൗലവിയുടേതാണോ ശരി? അപ്പുറത്ത് വായിച്ചാൽ ശരിയാവുന്നു. അപ്പുറത്ത് നിങ്ങളെ വായിക്കും. ഞങ്ങളാ വായിക്കേണ്ടത്. ഈ വായിച്ചതിൽ എന്താ കുഴപ്പമുള്ളത് അത് പറയൂ. പിന്നെ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ചോദ്യം വിഷയത്തെ സ്പർശിച്ചുകൊണ്ട് ചോദിക്കൂ. അപ്പോഴല്ലേ മറുപടിയുള്ളൂ. ഞങ്ങളുടെ വിഷയം എന്താ? ഞങ്ങളുടെ വാദം നിങ്ങൾ മുഴുവൻ എന്തേ വായിക്കാതിരുന്നത്? ഞങ്ങളുടെ വാദം എന്താണ്? ഇസ്ലാഹ് മാസികയിൽ വന്ന ഉപാധി പ്രകാരം ഒരു ഹൈഫനുണ്ട് അവിടെ. ആ ഹൈഫന് ശേഷം എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടുള്ള നബിദിനാഘോഷം ശിർക്കല്ല. ഈ ഉപാധിയെ സംബന്ധിച്ച് ചോദിക്കൂ. നബിയുടെ പൊരുത്തം ആഗ്രഹിക്കുക, അള്ളാഹു അല്ലാത്ത മറ്റൊരാളുടെ ഒരു പൊരുത്തം ആഗ്രഹിക്കുക, ഒരു ഇഷ്ടം ആഗ്രഹിക്കുക എന്നുള്ളത് കൊണ്ട് ശിർക്ക് വരുമോ? അങ്ങനെയാണെങ്കിൽ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുക എന്നുള്ള ഉത്തമമായ ഇബാദത്തിൽ മാതാപിതാക്കളുടെ ഇഷ്ടം അഭിലഷിച്ചത് കൊണ്ട് അത് ശിർക്കാകുമോ? വല്ലാഹു വറസൂലുഹു അഹഖു അൻ തുർദൂഹു, അല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു എന്ന് പറഞ്ഞ ആയത്ത് ഞാൻ നേരത്തെ നിങ്ങളുടെ മുമ്പിൽ വായിച്ചു കേൾപ്പിച്ചു. അള്ളാഹും റസൂലും അവിടെ യുർദൂഹു എന്ന് നമീർ ഏകവചനമാക്കാൻ തന്നെ കാരണം റസൂലുള്ളാഹിന്റെ പൊരുത്തം എന്നുള്ളത് അള്ളാഹുവിന്റെ പൊരുത്തം തന്നെയാണ്. ഫഹുമാമുത്തരാജിമാനി, അള്ളാഹുവിന്റെ മാത്രം പൊരുത്തം എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ചാൽ ആ തൗഹീദിനത് എതിരല്ല. കാരണം റസൂലുള്ളാഹിന്റെ പൊരുത്തം എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രീതിക്ക് അതൊരിക്കലും തന്നെ എതിരല്ല സഹോദര. അതുകൊണ്ട് തന്നെ റസൂലിന്റെ പൊരുത്തം ആഗ്രഹിക്കുക എന്നുള്ളത് ശിർക്കല്ല. ഇതേത് മറ്റു ഇബാദത്തുകൾക്ക് ബാധകമാണോ? മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുക എന്നുള്ളൊരു ഇബാദത്തിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞില്ലേ? അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തൊരു പറയാനുണ്ടോ? പിന്നെ വാദവുമായി ബന്ധപ്പെടാതെ ഇസ്ലാമിൽ അവിടെ എവിടെ എഴുതിയതിനെ കുറിച്ച് ചോദിക്കാണ്. വാദത്തെക്കുറിച്ച് ചോദിക്കൂ എന്റെ സഹോദരൻ, വാദത്തെക്കുറിച്ച് ചോദിക്കൂ. ഫൈസൽ മൗലവി ഞാനിവിടെ പരിഹസിക്കുകയല്ല, സാഹോദര്യ ബോധ്യത്തോടുകൂടി വിളിക്കുകയാണ് സഹോദര. വാദത്തെക്കുറിച്ച് ചോദിക്കൂ. വാദം എന്താണ്? ഇസ്ലാഹ് മാസികയിൽ വന്ന ഉപാധി പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടുള്ള നബിദിനാഘോഷം, നബിയുടെ പൊരുത്തം ആഗ്രഹിക്കുക എന്നുള്ള ആ ഉപാധിയിൽ എവിടെ
എവിടെയാണ് ഷിർക്ക്? അതിൽ ഷിർക്കില്ല എന്ന് ഞങ്ങളുടെ വാദത്തിന് തെളിവെന്താണ്? ഷിർക്കാണ് എന്നുള്ളത് നിങ്ങളുടെ വാദത്തിന് തെളിവില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വാദത്തിന് തെളിവ്. അങ്ങനെ ഒരു തെളിവുണ്ടോ? അത് നിങ്ങൾ തന്നെ ഇസ്ലാഹ് മാസികയിൽ എഴുതിയിട്ടുണ്ട്. ജിന്നിനെ വിളിക്കൽ ഷിർക്കല്ല, കാരണം ഷിർക്കാണ് എന്നുള്ളതിന് തെളിവല്ല എന്നുള്ളതാണ് അതിന്റെ തെളിവ് എന്ന് നിങ്ങൾ തന്നെ എഴുതിയിട്ടില്ലേ? അതേ മാനദണ്ഡം വെച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നു പൊരുത്തം ആഗ്രഹിക്കുന്നത് ഷിർക്കല്ല, കാരണം ഷിർക്കാണ് എന്നുള്ളതിന് തെളിവില്ല. ഏത് ജിന്നിനെ വിളിച്ചിട്ടും കാര്യമില്ല, ചോദ്യത്തിന് ഉത്തരം പറയണമെന്ന് പോകാൻ പറ്റൂല. സുഹൃത്തെ, പിന്നെ ഈ മുഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞ ആള് പിന്നെ നിങ്ങളെ അഡ്മിനാണോ, മറ്റേ ഈ മധ്യസ്ഥനാണോ? ഇങ്ങനെ ഒരു സമയം ചെയ്യരുത്. 1:15:55 മൈക്ക് അദ്ദേഹം കയ്യിലെടുത്ത് സംസാരം തുടങ്ങിയ പിന്നെ ഒരു സെക്കൻഡ് കൂടി കഴിഞ്ഞിട്ടാ. അതൊന്ന് ശ്രദ്ധിക്കണം. ഈ മുഹമ്മദ് കുട്ടി, ഈ നൗഫൽ ചെർപ്പളശ്ശേരി താങ്കൾ കേൾക്കുന്നുണ്ടോ? നൗഫൽ ചെർപ്പളശ്ശേരി താങ്കൾ കേൾക്കുന്നുണ്ടോ? സാധാരണ മറ്റുള്ള ആളുകൾ പിന്നെ മധ്യസ്ഥന്മാരല്ലാത്ത ആളുകൾ അടിക്കുന്നത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. പക്ഷെ മധ്യസ്ഥന്മാരായ ആളുകൾ ഈ രൂപത്തിൽ അടിക്കുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഒന്നുമില്ലെങ്കിൽ നൗഫൽ ചെർപ്പളശ്ശേരി ഇങ്ങനെ പിന്നെ അടിക്കാതിരിക്കണം. ഇത് നമ്മൾ ആളുകൾക്ക് സംസാരിക്കുന്ന ഇടയിൽ അദ്ദേഹം തുടക്കത്തിൽ തന്നെ സംസാരം തുടങ്ങുന്ന സമയത്ത് തന്നെ 1 മിനിറ്റായി, 2 മിനിറ്റ്, ബാക്കി 10 മിനിറ്റ്, 3 മിനിറ്റ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അതൊരു മധ്യസ്ഥൻ എന്ന നിലക്ക് അദ്ദേഹം പറയാതിരിക്കാം. മറ്റുള്ള ആളുകൾ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. സമയമാകാതെ സെക്കൻഡുകളും പിന്നെ ഏകദേശം മിനിറ്റുകളോളം മുഹമ്മദ് പള്ളിക്കര, പിന്നെ പള്ളിക്കൽ മുഹമ്മദ് കുട്ടിയല്ല, സമയമാവാതെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇനിയും പിന്നെ MT അബൂബക്കർ ദാരിമിക്ക് ഏകദേശം 10-40 സെക്കൻഡുകളോളം ബാക്കിയുണ്ടായിരുന്നു. അതിന് മുമ്പ് തന്നെ അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് മൈക്ക് പിടിപ്പിക്കുന്ന ഏർപ്പാട് ശരിയല്ല. ആ സമയം MT അബൂബക്കർ ദാരിമി മൈക്കിൽ വന്ന് അത് പൂർത്തീകരിച്ച ശേഷം മാത്രമേ ഇനി മറ്റുള്ള ആളുകൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഒന്ന് ശ്രദ്ധിക്കണം. MT അബൂബക്കർ ദാരിമിക്ക് മൈക്കിൽ വരണമെങ്കിൽ വരാം എന്നറിയിക്കുന്നു. നൗഫൽ ചെർപ്പളശ്ശേരി ഒന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നുകൂടി നിങ്ങൾ ഉണർത്തുന്നു. MT അബൂബക്കർ ദാരിമിക്ക് അദ്ദേഹത്തിന്റെ സമയം പൂർത്തീകരിക്കണമെന്നുണ്ടോ? എന്നാ മൈക്കിൽ വരും. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഏതായാലും ഇവിടെ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഇബാദത്തുകളിൽ കാംക്ഷിക്കുക എന്നുള്ളതിനോട് റസൂലിന്റെ പൊരുത്തം എതിരാകുന്നില്ല. കാരണം റസൂലുള്ളാഹിന്റെ പൊരുത്തം അള്ളാഹുവിന്റെ പൊരുത്തത്തിന്റെ ലാസിമാണ്. ഈ തനാസുമിഹിമ എന്ന് എല്ലാ തഫ്സീറിന്റെ കിതാബിലും പറഞ്ഞതൊന്ന് നോക്കി വരണ്ടേ മൗലവി. കിതാബ് പരിഭാഷ മാത്രം വായിച്ചാൽ പോരെ, പരിഭാഷ അവലംബിക്കരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലിന്റെ പൊരുത്തം ആഗ്രഹിക്കുക എന്നുള്ളത് ഷിർക്കല്ല. എന്താ അതിന് തെളിവ്? ഷിർക്കാണ് എന്നുള്ളത് നിങ്ങളുടെ പ്രഭാഷണത്തിലോ മറ്റോ നിങ്ങൾ തെളിയിച്ചില്ല. അത് തെളിവാണെന്നുള്ളതിന്റെ തെളിവ് എവിടെ? നിങ്ങൾ തന്നെ ഇസ്ലാഹ് മാസികയിൽ പലവരും എഴുതിയിട്ടുണ്ട്. ഒരു കാര്യം ഷിർക്കാണ് എന്നുള്ളതിന് തെളിവില്ലെങ്കിൽ ഷിർക്കല്ല എന്ന് സ്ഥിരപ്പെട്ടു. അത് നിങ്ങളുടെ മാനദണ്ഡമാണ്, നിങ്ങളുടെ ഉസൂലാണ്. വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയട്ടെ, ഇത് ഷിർക്കല്ല, ഷിർക്കാണ് എന്നുള്ളതിന് തെളിവ് പറയൂ. ഏതെങ്കിലും ഒരു കഷ്ണം തെളിവ് പറയൂ മൗലവി എന്നാണ് എനിക്ക് പറയാനുള്ളത്. റിലീസ് ചെയ്യും. MT ഇപ്പൊ ചോദിക്കേണ്ട സമയമല്ല, ഞങ്ങൾ ചോദിക്കുന്ന സമയത്ത് ചോദിക്കി. കൊണ്ടുവന്ന ചോദ്യം ഇപ്പൊ ചോദിച്ചു തീർന്നാല് പിന്നെ പാട്ട് കണ്ടു വരും. അപ്പൊ ചോദിക്കേണ്ട സമയമാകുമ്പോൾ ചോദിച്ചോളി. അപ്പൊ ഇൻഷാ അല്ലാഹ് ഓരോന്നും തെളിവാണ് പറഞ്ഞുതരാം. ഇത് എങ്ങനെ ഷിർക്കാന്ന് ചോദിച്ചോളി, അപ്പൊ പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പൊ പുറത്തേക്ക് എടുക്കണ്ട. ഇപ്പൊ ഞാൻ ചോദിച്ചത് മറുപടി പറയും. അല്ലാതെ ഇപ്പൊ ഇങ്ങോട്ടിങ്ങനെ ചോദിച്ചിട്ട് ഇവിടുന്നാണ് ഉത്തരം പഠിപ്പിക്കാനുള്ള പണി. ആ പോയി തിരക്കാൻ നടക്കൂല. അതിന് സമയമുണ്ട്. അപ്പൊ ചോദിച്ചോളി, അപ്പൊ പറയും. ഇപ്പൊ എന്താണ് മുമ്പ് ഇസ്രാഹ് വല്ലാണ്ട് വേജാറ്? ഏതെങ്കിലും ഇസ്രാഹ് എവിടെയെങ്കിലും എഴുതി അല്ല ദാരിമി 2008 ഫെബ്രുവരി ഇസ്രാഹ് ചോദിച്ചത്. അതാണ് നമ്മളെ വാദത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2008 ഫെബ്രുവരിയിലെ ഇസ്രാഹ്, അതാണ് നമ്മുടെ പരാമർശ വിഷയം. അതാണ് ഈ സംവാദത്തിലേക്ക് എത്തിയതും. അവിടെ പറഞ്ഞൊരു പൊരുത്തമുണ്ട്. അതാണ് അവിടുത്തെ പ്രശ്നം. അല്ലാണ്ട് എവിടൊക്കെ റിളാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്, മാതാപിതാക്കളുടെ തൃപ്തി, ഉസ്താദുമായ തൃപ്തി, ഇനി അങ്ങനെ എന്തെല്ലാം തൃപ്തി, ഏതെല്ലാം തൃപ്തി ഉണ്ട്, അതൊന്നല്ല ഇവിടെ വിഷയം. തൃപ്തി ഏതൊക്കെയുണ്ട്, പൊരുത്തം ഏതൊക്കെയുണ്ട്, അതല്ല വിഷയം. 2008 ഇസ്രാഹി മാസികയിൽ വന്ന ഒരു തൃപ്തിയും പൊരുത്തമൊക്കെ ഉണ്ട്. അതാണ് പരാമർശ വിഷയം. മൂപ്പരിപ്പ തിരിച്ചും മറിച്ച് നോക്കിയാൽ അവസാനം എന്താ, അവിടെ ഒരു ഹൈഫൺ ഉണ്ട്. അവര് ആകെ സമാധാനം കിട്ടിയ ഹൈഫണുമില്ല. ഒരു ഹൈഫണല്ല, 100 ഹൈഫണായിട്ടും കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളെ വാദം തെളിയില്ല. അതാ നമുക്ക് കിട്ടേണ്ടത്.
അല്ലാണ്ട് കുറെ അൽമുസ്ലിമെ കൂടി, കുറെ കെഎംഒലിമെ കൂടി, കുറെ ഒറിജിനൽ മുജാഹിദിമെ കൂടി ഇപ്പൊ അവസരം ഇപ്പൊ ജിന്നുമുജാടാണ് നോക്കുന്നത്. നിങ്ങൾ ഏത് ജിന്നുമച്ചായിട്ടും കാര്യമില്ല, ഇത് നിങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ട്. അത് ഞാൻ ചോദിച്ചത്, എല്ലാ ഇബാദത്തിനും ഇത് ബാധകമാണോ? അതെന്താ നിങ്ങൾ പറയാത്തത്? അതെന്തേ പറയാത്തത്? അള്ളാഹു റസൂലിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നബിദിനം ആഘോഷിക്കുന്നു, ശിർക്കല്ല നിങ്ങൾ പറഞ്ഞു. എങ്കിൽ അള്ളാഹു റസൂലിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നിസ്കരിക്കുന്നു, ഒരാൾ നോമ്പെടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, സദഖ ചെയ്യുന്നു, ഇതും ഇങ്ങനെ തന്നെയാണോ എന്നാ ചോദിക്കുന്നത്? അതല്ല, ഇതിനും ഈ വകുപ്പിന് മാത്രമേ ഉള്ളൂ, നബിദിനാഘോഷം എന്ന വിഷയത്തിന് മാത്രമേ ഉള്ളൂ. അതല്ല, നിസ്കരിക്കുമ്പോൾ നോമ്പ് വയ്ക്കുമ്പോഴൊക്കെ റസൂലുള്ളാഹിന്റെ പൊരുത്തം കൂടി ആഗ്രഹിച്ചുകൊണ്ട് ആൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? റസൂലുള്ളാഹിന്റെ പൊരുത്തം കൂടി ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുക്കാൻ പറ്റുമോ? റസൂലുള്ളാഹിന്റെ പൊരുത്തം കൂടി ആഗ്രഹിച്ചുകൊണ്ട് മറ്റു ഇബാദത്തുകൾ ചെയ്യാൻ പറ്റുമോ? അതാണ് ചോദ്യം. അത് നിങ്ങൾ പറയണം. രണ്ട് ഇസ്ലാഹി മാസികയിൽ നമ്മൾ ഏത് വിഷയമാണോ ഇപ്പോൾ തർക്കത്തിനെടുത്ത ലേഖനമായി വന്നത്, ആ ലേഖനത്തിൽ പരാമർശിക്കപ്പെട്ടൊരു പൊരുത്തമുണ്ട്. അതിന് ആമുഖമായി എഴുതിയ വാചകം ഞാൻ വായിച്ചു കേൾപ്പിച്ചത്, അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? അതെന്താ നിങ്ങൾ പറയാത്തത്? എവിടെയെങ്കിലും ഇസ്ലാഹി വന്നതല്ല, നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞോളി. അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇല്ലാന്ന് പറയും, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും. അതെന്താ പറയാൻ പ്രയാസം? അത് പറയേണ്ടതുണ്ട്. ആ രണ്ട് ചോദ്യം അങ്ങനെ തന്നെ അവശേഷിക്കുന്നു. അതുകൊണ്ട് വേറെ ബഹള ആവശ്യമില്ല. അത് നമുക്ക് നാട്ടിൽ നിന്ന് വേറെ പറയാം. ഇപ്പൊ നമ്മൾ സംവാദത്തിലാണ്. അതുകൊണ്ട് ഈ രണ്ട് ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട്. അതൊരിക്കലും പറയാതെ മറ്റു ബഹള് പറഞ്ഞിട്ട് രക്ഷപ്പെടുന്നത് ശരിയല്ല. പിന്നെ അപ്പുറം വായിച്ചാൽ ഇപ്പുറം മൻസൂഖാവോന്ന അല്ല, അപ്പുറം വായിച്ചാൽ ഇപ്പുറം നിങ്ങൾ തട്ടിപ്പടുത്തിയാന്ന് മനസ്സിലാവും. അതിനപ്പുറം വായിക്കാൻ പറഞ്ഞത്. അപ്പോഴാണ് വായിക്കുമ്പോൾ ഇപ്പോഴത്തെ പലരും നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്, നിങ്ങൾ തട്ടിപ്പടുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാകും. അതിനപ്പുറം വായിക്കാൻ പറഞ്ഞത്. ഞാൻ അപ്പുറത്തങ്ങനെ ഇല്ലാന്നാണോ നിങ്ങൾ ചോദിച്ച സമയത്ത് നിങ്ങൾ ചോദിച്ചോളി, ഞാൻ അപ്പൊ വായിച്ചാലാ ബാക്കി. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന സമയമാണ്. അതുകൊണ്ട് എന്റെ രണ്ട് ചോദ്യം അങ്ങനെ തന്നെ അവശേഷിക്കുന്നു. ആ രണ്ട് ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയണം. ഒരിക്കലും അല്ലാത്ത വയതല്ല നമുക്ക് ഇപ്പൊ ആവശ്യം എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇപ്പുറം വായിക്കാത്തതാ പ്രശ്നം. എന്നാ അപ്പുറം ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ മുതൽ ഒന്നുകൂടി വായിക്കാം. ദീനദയാലുവായ പ്രഭു, ഉത്കൃഷ്ട പരിശീലകനായ ഉത്തമ ഗുരു, ദൈവ സന്ദേശവാഹി, ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. അതിനാൽ ആ മാസത്തെ മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു, ലോകം മുഴുവനും കൊണ്ടാടേണ്ടതുമാണ്. ഈ കൊണ്ടാട്ടം പല നല്ല കാര്യങ്ങൾക്കും സാധിപ്പിക്കുന്നത് കൊണ്ട് തിരുമേനിയോടുള്ള സ്നേഹത്തെ മനുഷ്യഹൃദയങ്ങളിൽ ഊന്നിപ്പിടിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ സച്ചരിതങ്ങളെയും സൽസ്വഭാവങ്ങളെയും സ്മരിക്കുന്നതിന് വഴിവെക്കുന്നു. അവ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുന്നതിന് അവസരം നൽകുന്നു. എന്നിങ്ങനെ അപ്പുറം വായിച്ചത് എവിടെ പ്രശ്നമുള്ളത്? മൗലവി പറയൂ, എവിടെ പ്രശ്നമുള്ളത്? നിങ്ങൾ പറഞ്ഞല്ലോ കെ മൗലവിന്റെ ആളാണ് ഫൈസൽ മൗലവി എന്നുള്ളത്. എന്നാൽ ഫൈസൽ മൗലവി നബിദിനം ആഘോഷിക്കണം. ഫൈസൽ മൗലവിയോട് നബിദിനം ആഘോഷിക്കാൻ വേണ്ടി കെ മൗലവിയും കൂട്ടരും ആവശ്യപ്പെടുന്നതിന് അംഗീകരിക്കണം ഫൈസൽ മൗലവി. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുജാഹിദല്ല, നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് മുജാഹിദാണ്. ഒറിജിനൽ മുജാഹിദുകളുടെ വാദം എന്ന് പറയുന്നത് നബിദിനാഘോഷം നല്ലതാണ് എന്നുള്ളതാണ്. ആ വാദത്തിൽ നിങ്ങൾ എന്തിന് പിറകോട്ട് പോയി? അത് ജൂദായിസവും ഷിയായിസവും ആണെങ്കിൽ ഒറിജിനൽ മുജാഹിദുകൾ, മുജാഹിദിന്റെ തലതൊട്ടപ്പന്മാരായ സ്ഥാപക നേതാക്കന്മാർ ഷിയായിസത്തിന്റെ അനുയായികളാണെന്ന് വരുത്തി തീർക്കത്തക്ക വിധത്തിൽ എന്തിനാണ് നിങ്ങൾ ഈ പദ്ധതി ആവിഷ്കരിച്ചത് എന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരനോട് ഒരു മറുപടിയുടെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള ഒരു ചോദ്യം ആയിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നതിന്റെ ചോദ്യാവസരമല്ല എന്ന് നിങ്ങൾ ഉണർത്തി തരേണ്ട ആവശ്യമൊന്നുമില്ലാതെ ഞങ്ങൾക്കൊക്കെ ബോധ്യമുള്ള വിഷയം തന്നെയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞത് എന്താണ്? എന്താ സഹോദര, നമ്മൾ ഇസ്ലാഹ് മാസികയിൽ വന്നതെല്ലാം ചർച്ച ചെയ്യാനല്ല, നിങ്ങൾ വ്യവസ്ഥ ഒന്ന് വായിച്ചിട്ട് വരേണ്ടതല്ലേ. പണ്ട് മംഗലാപുരം സംവാദത്തിന് നിങ്ങളോട് ഞാൻ ചോദിച്ചില്ലേ, ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ വ്യവസ്ഥ ഒന്ന് വായിക്കണം എന്നുള്ളത്. എന്താ നിങ്ങൾ ഞങ്ങൾ എഴുതിയിട്ടുള്ളത്? അടിസ്ഥാനപരമായി റബീഉൽ അവ്വൽ മാസത്തിൽ നടത്തി വരാറുള്ള പിറന്നാൾ ആഘോഷം ശർഇൽ ബിദ്അത്താണ്, അതിനാൽ അത് ഹറാമാണ്. 2008 ഇസ്ലാം മാസികയിൽ വന്ന നിബന്ധനയോടെയാണെങ്കിൽ അത് ശിർക്കുമാണ്. ആ നിബന്ധന എന്താണ്? നബിയുടെ പൊരുത്തം കാംക്ഷിക്കുക എന്നുള്ളതാണ്. മുസ്ലിമുകൾക്കിടയിൽ തർക്കമില്ല എന്നുള്ളതാണോ ആ നിബന്ധന? നിങ്ങൾ വായിച്ച ആ സെന്റൻസ് ഈ നിബന്ധനയാണോ? ആ സെന്റൻസ് ഈ നിബന്ധനയാണെങ്കിലല്ലേ ആ സെന്റൻസുമായിട്ട് എനിക്ക് പ്രതികരിക്കേണ്ടതുള്ളൂ. എനിക്ക് പ്രതികരിക്കാൻ ബാധ്യത നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട സെന്റൻസിനെ കുറിച്ചാണ്. നിങ്ങൾ വ്യവസ്ഥയിലുള്ള വാദം വായിക്കണം. ഞങ്ങളുടെ വാദം എന്താണ്? ഇസ്ലാഹി മാസികയിൽ വന്ന ഉപാധി പ്രകാരം നബിയുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടുള്ള ദിനാഘോഷം, അതാണ് നിബന്ധന ഉപാധി. നിങ്ങൾ നിബന്ധന എന്ന് പറഞ്ഞു, ഞങ്ങൾ ഉപാധി എന്ന് പറഞ്ഞു. ആ നിബന്ധനയും ഉപാധിയും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനില്ലെങ്കിൽ ഇല്ല എന്ന് പറയൂ. അപ്പൊ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. പിന്നെ നിങ്ങൾ പറഞ്ഞ അല്ലാത്ത ഇബാദത്തിൽ റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിക്കാമോ? അല്ലാത്ത ഇബാദത്തിലും റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിക്കുക എന്നുള്ളതിന് അത് ശിർക്കാണെന്നുള്ളതിന് തെളിവില്ല. തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ഹാജരാക്കുമ്പോൾ നമുക്ക് അതിനെ സംബന്ധിച്ച് വിശകലനം ചെയ്യാം. ഞാൻ അതിലൊന്നൊരു സാമ്പിൾ പറഞ്ഞല്ലോ. മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ ഇബാദത്തല്ലേ? മാതാപിതാക്കളുടെ പൊരുത്തം ആഗ്രഹിക്കുന്നത് അവർ ശിർക്കാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? അല്ലാത്ത ഇബാദത്തുകളിൽ പെട്ട ഒന്നല്ലേ മാതാപിതാക്കളുടെ പൊരുത്തം? പിന്നെ നിങ്ങൾക്ക് യോജിച്ച ഇബാദത്തുകൾ മാത്രം ഞാൻ ഉദാഹരണമാക്കണമെന്നാണോ? അല്ലാത്ത ഇബാദത്തുകൾ ഏതെങ്കിലും ഒന്ന് സംസാരിച്ചാൽ പോരെ?
ഒന്നിനെ കുറിച്ച് നിങ്ങൾ എന്തേ പറയാത്തത്? അതൊന്നും വിഷയമല്ല, വിഷയമാണ്. നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ശിർക്കാണെന്നാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് വിഷയമാണ്. മാതാപിതാക്കളുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഖിദ്മത്ത് എടുക്കുക എന്നുള്ള ഇബാദത്ത് അത് ശിർക്കല്ല, ആണ് എന്നുള്ളതിന്റെ തെളിവെന്താണ്? അപ്പൊ നബിദിനാഘോഷമാണ് നമ്മുടെ വിഷയം. ആ വിഷയത്തിൽ നിന്ന് സൗകര്യപൂർവ്വം ഒഴിഞ്ഞു പോകാൻ വേണ്ടിയുള്ള തന്ത്രം സ്വീകരിക്കുന്ന ഫൈസൽ മൗലവിയുടെ അടവ് ഞങ്ങളുടെ മുമ്പിൽ നടക്കൂല. നിങ്ങൾക്ക് നബിദിനാഘോഷത്തെ പറ്റി ഒന്നും ചോദിക്കാനില്ല, നബിയുടെ പൊരുത്തം ആഗ്രഹിക്കുന്നതിനെ കുറിച്ചും ചോദിക്കാനില്ല. നിബന്ധനയല്ലാത്ത ഇസ്ലാം മാസിക എന്നുള്ളത് വാദത്തിൽ ഒരു ഇസ്ലാം മാസിക എന്ന് പറഞ്ഞതുകൊണ്ട് ഇസ്ലാം മാസിക 1-ാം പേജ് മുതൽ ഒടുവിലെ പേജ് വരേക്കുള്ള സകലതും ഇവിടെ വാദപ്രതിവാദത്തിൽ ചോദ്യോത്തര വേളയിൽ ഉപയോഗപ്പെടുത്തണം എന്ന് നിലച്ചുകൊണ്ടാണോ ഫൈസൽ മൗലവി നിങ്ങൾ വന്നിട്ടുള്ളത്? നിങ്ങൾ എന്താണ് ഫൈസൽ മൗലവി ആഗ്രഹിക്കുന്നത്? ഇവിടെ വാദത്തിൽ പറഞ്ഞ നിബന്ധന എന്താണ്? നബിയുടെ പൊരുത്തം ആഗ്രഹിക്കുക എന്നുള്ളതാണ്. അത് ശിർക്കാണോ അല്ലേ? ആണ് എന്നുള്ളതിന് നിങ്ങൾക്ക് പ്രഭാഷണത്തിൽ തെളിവ് പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെന്താണ്? അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിക്കുക, അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് എല്ലാ ഇബാദത്തുകളും ചെയ്യേണ്ടത് എന്നുള്ളതിൽ മുസ്ലിമുകൾക്കിടയിൽ തർക്കമില്ല. ഇതാണോ വാദത്തിലുള്ള നിബന്ധന? വാദത്തിൽ നിങ്ങൾ നിബന്ധന എന്ന് എഴുതിയതും ഞങ്ങൾ ഉപാധി എന്ന് എഴുതിയതുമായൊരു കാര്യമുണ്ട്. അതെന്താണ്? നബിയുടെ പൊരുത്തം ആഗ്രഹിക്കുക എന്നുള്ളതാണ്. അത് ശിർക്കാണോ അല്ലേ എന്നുള്ളതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കൂ. അത് ശിർക്കാണെന്ന് പറയാൻ നിങ്ങൾക്ക് തെളിവില്ല. ഇല്ലാത്തത് കൊണ്ട് അത് ശിർക്കല്ല എന്ന് ഞങ്ങൾ ഇവിടെ ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നു. ഏതായാലും ചോദിച്ച ചോദ്യത്തിന് മുമ്പ് മറുപടി പറയാൻ കഴിയാതെ മനസ്സിലായി. എന്നിട്ട് മറുപടി എന്ന നിലയ്ക്ക് ചോദ്യം എന്നാ അത് നിർത്തിക്കളി മുസ്ലിം. ആ പണി പറ്റൂല. നിങ്ങൾ മറുപടി പറയാൻ കഴിഞ്ഞെങ്കിൽ പറഞ്ഞോളി, മറുപടി പറയാൻ കഴിയാന്ന് പറഞ്ഞോളി. എന്തായാലും എത്തുന്നില്ലല്ലോ. ഒപ്പത്തിന് തോണ്ടി നോക്കി, അള്ളാഹിനെ പൊരുത്തം മാത്രം കാണിച്ചുകൊണ്ട് തോണ്ടി നോക്കി. പക്ഷെ മൂപ്പയ്ക്ക് പിന്നെയും പറയാൻ കഴിയുന്നില്ല. അവിടുന്ന് മൂപ്പയ്ക്കറിയാം ഇത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാലും മൂപ്പയ്ക്ക് കൊടുക്കും, അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും കൊടുക്കും. ഇനി മാതാപിതാക്കളെ പൊരുത്താൻ പ്രശ്നം, അതോ ഒരാൾ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് എടുക്കുന്നു, അതാണ് ഇപ്പോൾ പറഞ്ഞ വിഭാഗത്ത്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജിന് മുമ്പ് എടുക്കാറുണ്ട്. മാതാപിതാക്കളുടെ ഖിദ്മത്ത് എടുക്കുന്നു, അതെന്തിനാ? റസൂലിനെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടാണ്. എന്നാ പറ്റുമോ? ഞങ്ങൾ പറയും മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് എടുക്കുന്നു, മാതാപിതാക്കളെ അനുസരിക്കുന്നു, അത് റസൂലിനെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ലേ? അത് മാതാപിതാക്കളെ തൃപ്തിക്കാണോ? അതാപത് തൃപ്തി ഏതൊക്കെ ഉണ്ട് നമുക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞാൽ അതുകൊണ്ടാ. അല്ലാതെ ഇത് നിങ്ങൾ എവിടെ പിടിക്കാൻ പറ്റും ഞങ്ങൾക്കറിയാം. ഇസ്ലാഹി മാസിക നിങ്ങൾ എടുത്തപ്പോഴേ കുടുങ്ങിയിട്ടുണ്ട്. പിന്നെ നിവൃത്തില്ല, ഞങ്ങൾ എഴുതിപ്പോയതാ. നിങ്ങൾ വ്യവസ്ഥ ഇരിപ്പം നിങ്ങൾ കാട്ടിക്കൂട്ടും രക്ഷപ്പെടാൻ ശ്രമിച്ചോക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇവിടെ തൽക്കാലം നടക്കൂല എന്നേ ഉള്ളൂ. ഇനി ഏതായാലും എന്റെ 2 ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. നിങ്ങൾ മറുപടി പറയുന്നില്ല. പറ്റുമെങ്കിൽ പറയണം എന്നൊന്നും കൂടി ആവശ്യപ്പെടാണ്. കഴിയാത്ത പണിഞ്ഞിപ്പോ എന്നാലും നമ്മൾ ശവത്ത് കുത്തുന്നില്ല. അതല്ല വല്ല വകുപ്പുണ്ടി പറയും വേണം. 3-ാമത്തെ ചോദ്യം 2 ബാക്കിയുണ്ട്. അതിന്റെ കൂടെ 3-ാമത്തെ ചോദ്യം, ഹിജറ 1, 2, 3 നൂറ്റാണ്ടുകളിൽ മുസ്ലിം ലോകത്ത് ആയിരക്കണക്കായ പണ്ഡിതന്മാർ ജീവിച്ചുപോയി. ആ ആയിരക്കണക്കായ പണ്ഡിതന്മാർ 1000-ഓളം പിന്നെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഈ ഗ്രന്ഥങ്ങളിൽ 1, 2, 3 നൂറ്റാണ്ട് രചിക്കപ്പെട്ട ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശവും അത് പുണ്യമാണ് എന്നോ മുസ്തഹബാണ് എന്നോ നീ റസൂലാനെ പൊരുത്തോ അള്ളാഹിനെ പൊരുത്തോ ഏത് പൊരുത്തം കാണിച്ചാലും ശരി, എന്തായാലും കുഴപ്പമില്ല. ഹിജറ 1, 2, 3 നൂറ്റാണ്ടുകൾ രചിക്കപ്പെട്ട മഹാന്മാർ ജീവിച്ച ധാരാളം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ അന്നത്തെ ഏതെങ്കിലും ഒരു കിതാബിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശവും അത് പുണ്യമായി പഠിപ്പിച്ച, അല്ലെങ്കിൽ അത് സുന്നത്താണെന്ന് പഠിപ്പിച്ച, അത് മുസ്തഹബാണെന്ന് പഠിപ്പിച്ച വല്ലതുമുണ്ടോ? നിങ്ങൾ കുറെ ആയത്ത് ഇവിടെ ഓതിയല്ലോ. ഈസാ നബി തുടങ്ങി വെച്ച നബിദിനാഘോഷം എന്ന് പറഞ്ഞല്ലോ. എങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരും. നമ്മൾ ഈസാ നബി തുടങ്ങി വെച്ച ജന്മദിനാഘോഷം റസൂലുള്ളാഹി സ്വഹാബത്തെ പള്ളിക്ക് ഹലക്കുണ്ടാക്കി ഞങ്ങൾ പറഞ്ഞത് ശരി. എങ്കിൽ 3 നൂറ്റാണ്ട് രചിക്കപ്പെട്ട ഏത് കിതാബിലാണ് റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങൾ കൊണ്ടാടുന്ന ഈ നബിദിനാഘോഷം, പൊരുത്തം ഏതുമാവട്ടെ, ആ നബിദിനാഘോഷത്തെ പറ്റി വല്ല പരാമർശമുള്ളത്? ഒന്നും കാണുക സാധ്യമല്ല. അത് പിൽക്കാലത്ത് രാജാക്കന്മാർ ഉണ്ടാക്കിയ ബിദ്അത്ത് പുത്തനാചാരമാണ്, അതുകൊണ്ട് ഹറാമുമാണ്. അതാ ഞങ്ങൾ പറഞ്ഞത്. അതല്ല പുണ്യകർമ്മമാണ്, മുസ്തഹബാണെന്ന് പറഞ്ഞല്ലോ. എങ്കിൽ ആദ്യം 3 നൂറ്റാണ്ടുകൾ രചിക്കപ്പെട്ട ആയിരക്കണക്കായ കിതാബുകളിൽ ആയിരക്കണക്കായ പണ്ഡിതന്മാർ എവിടെയെങ്കിലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ലതും പറഞ്ഞുവോ? 1-ാമത്തെ ചോദ്യം മറക്കരുത്, 2-ാമത്തത് മറക്കരുത്. അത് രണ്ടും പറയണം, ഇതും കൂടെ പറയണം. കഴിയില്ലെങ്കിൽ കഴിയില്ലാന്ന് പറഞ്ഞോളി, നമ്മൾ എടുക്കാറാക്കൂല. അതിന് മറുപടി പറയാൻ കഴിയില്ല, പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ ബുദ്ധി എടുക്കാറാക്കുന്നില്ല. അതല്ലെങ്കിൽ 3 ചോദ്യം നിങ്ങൾ പറയണം. അത് ഒരിക്കലും നിങ്ങൾ വിട്ടുപോകരുത്. മാതാപിതാക്കളെ പൊരുത്തം രക്ഷപ്പെടേണ്ട. മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് എടുക്കുമ്പോൾ റസൂലുള്ളാഹിനെ പൊരുത്തമാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അത് വ്യക്താക്കി. ഫൈസൽ
ഇവിടെ തൊള്ളയിൽ വെള്ളം പറ്റിയിട്ടുണ്ട്, ആ മേശപ്പുറത്ത് കുറച്ച് വെള്ളത്ത് കുടിച്ചോളി എന്നാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇസ്ലാം മാസികയിൽ വായിച്ച സെന്റൻസ് എന്താണ്? സാധാരണയായി ഒരു മുസ്ലിം അനുഷ്ഠിച്ചു പോരുന്ന നിർബന്ധ കർമ്മങ്ങളും മറ്റ് സുന്നത്തായ കാര്യങ്ങളും അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചെയ്തു വരാറുള്ളത്. അപ്പൊ മാതാപിതാക്കളുടെ റിളല്ലാഹു ഫീ റിളൽ വാലിദൈനി എന്നാണ് സഹോദര. റിളല്ലാഹു ഫീ റിളൽ വാലിദൈനി, മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് അള്ളാഹിന്റെ പൊരുത്തമുള്ളത്. അപ്പോ അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ പൊരുത്തം, നിങ്ങൾ പറഞ്ഞാൽ അള്ളാഹിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ച് മറ്റുള്ളവരുടെ പൊരുത്തം ആഗ്രഹിച്ചാൽ ശിർക്കാണെന്നല്ലേ നിങ്ങളുടെ വാദം. അപ്പൊ മാതാപിതാക്കളുടെ പൊരുത്തം ആഗ്രഹിച്ചാൽ അത് വിഷയമല്ല, അത് വിഷയമല്ല എന്നോ ഇന്ന് മാറാണ് അല്ലെ? വിഷയം തന്നെയാണ്, നിങ്ങളാണത് വിഷയമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റിളല്ലാഹി ഫീ റിളൽ വാലിദൈനി, മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് അള്ളാഹുവിന്റെ പൊരുത്തം എന്ന് പഠിപ്പിച്ച പ്രവാചക പുങ്കവർ പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചതിന് ഇനി 3 നൂറ്റാണ്ടിലെ ഏതെങ്കിലും കിതാബിലുണ്ടോ എന്നാണ്. ഫൈസൽ മൗലവി, നിങ്ങൾ വ്യവസ്ഥ ഇവിടെ മധ്യസ്ഥൻ വായിച്ചപ്പോ പ്രമാണം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഖുർആൻ ഹദീസ് ഇജ്മാ ഖിയാസ്, ഖുർആൻ ഹദീസ് ഇജ്മാ ഖിയാസ്, ഖുർആൻ ഹദീസ് ഇജ്മാ ഖിയാസ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കൂ, ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, ഇജ്മാ ഉണ്ടോ, ഖിയാസ് ഉണ്ടോ എന്ന് ചോദിക്കൂ സഹോദര. നിങ്ങൾക്ക് ഖുർആനിന്റെ ആയത്തോതി കൽപ്പിച്ചെന്നില്ലേ? സൂറത്ത് യൂനുസിനെ കുൻ ബിഫദ്ലില്ലാഹി ബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു, നബിദിനാഘോഷത്തിൽ സന്തോഷം രേഖപ്പെടുത്തുന്നതിന് ഉപോത്ബലകമായ ആയത്തന്നെ. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നബിയുടെ മദ്ഹ് പറയുന്നതിന്റെ തെളിവല്ലേ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം എന്ന് പറയുന്നത് റഹ്മത്തായ സംഭവമാണെന്നുള്ളത് ചരിത്രപരമായിട്ടും പ്രാമാണികമായിട്ടും അംഗീകരിക്കപ്പെട്ട ആശയമല്ലേ. ഹുബ്ബ്, ഖദീജ ബിയുടെ ഹുബ്ബ്, ഇന്നി റുസിഖ്തു ഹുബ്ബഹാ, ഖദീജ ബിയോടുള്ള ഹുബ്ബ് എനിക്ക് പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ഖദീജ ബിയുടെ മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം, ആ പ്രതികരണത്തിന്റെ തെളിവ് ഞങ്ങളുടെ വിഷയാവതരണത്തിൽ പറഞ്ഞില്ലേ? ഇത് ഖുർആനല്ലേ, ഇത് ഹദീസല്ലേ? ഖുർആനും ഹദീസിന്റെയും പ്രാമാണികത ഇതാണ് നമ്മുടെ പ്രമാണങ്ങൾ എന്ന് നമ്മൾ എഴുതി വെച്ച് സ്ഥിതിക്ക് ആ പ്രമാണങ്ങൾ നിങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ടാണോ ഇനി 3 നൂറ്റാണ്ടിന്റെ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത്? എന്നാൽ ആ ചോദ്യം ഞങ്ങൾക്കു നേരെയല്ല. നിങ്ങളാണല്ലോ നബിദിനാഘോഷം സമുചിതമായിട്ട് 1950-കൾക്ക് മുമ്പിൽ നിങ്ങളാണല്ലോ ആഘോഷിച്ചത്. നിങ്ങളുടെ കെ മൗലവിയോട് ചോദിക്കൂ, ഇ കെ മൗലവിയോട് ചോദിക്കൂ, MCCയോട് ചോദിക്കൂ. അവരാണല്ലോ പറഞ്ഞത് മൗലിദിന്റെ സദസ്സ് പുണ്യ സദസ്സാണ് എന്നുള്ളത്, ഇത് മുസ്ലിം ലോകത്തിന്റെ ആഘോഷമാണ് എന്നുള്ളത്, ഇത് ആഘോഷിക്കേണ്ടതാണ് എന്നുള്ളത്, ഇത് ലോകത്തിന് സമാധാനമാണ് എന്നുള്ളത്, ഇത് വളരെ നല്ല കാര്യമാണ് എന്നുള്ളത്. ഫവലദത്തിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞത്. അവരോട് നിങ്ങൾ എന്താണ് ഇത് ചോദിക്കാത്തത്? നിങ്ങളുടെ നേതാക്കന്മാർ ആഘോഷിച്ചത് ജൂദായിസമാണോ ഷിയായിസമാണോ എന്ന ഞങ്ങളുടെ ചോദ്യത്തിന് മുമ്പിൽ പകച്ചുപോയ മൗലവി ഇപ്പോൾ വെള്ളം കുടിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ പൊരുത്തത്തിൽ റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ മാത്രം പൊരുത്തം ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ ശിർക്കാണ് നിങ്ങൾ എഴുതിയത്. മാതാപിതാക്കളുടെ പൊരുത്തം ആഗ്രഹിച്ചതോ? മാതാപിതാക്കൾ അമ്മയാണോ? റിളല്ലാഹി ഫീ റിളൽ വാലിദൈനി പഠിച്ചോളൂ. അതുകൊണ്ട് തന്നെ വല്ലാഹു വറസൂലുഹു അഹഖു അൻ തുർദൂഹു, അല്ലാഹുവും അവന്റെ റസൂലും അഹഖു അൻ യുർദൂഹു, അല്ലാഹുവിനെയും റസൂലിനെയും പൊരുത്തം സമ്പാദിക്കൽ അത് അവകാശപ്പെട്ടതാണെന്ന് വിശുദ്ധ ഖുർആൻ തന്നെയല്ലേ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ പൊരുത്തം ആഗ്രഹിക്കുന്നത് ശിർക്കല്ല. അല്ല എന്നുള്ളതിന്റെ തെളിവെന്താണ്? ആണ് എന്നുള്ളതിന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസംഗത്തിന് തെളിവ് പറയാൻ കഴിഞ്ഞിട്ടില്ല. ആണ് എന്നുള്ളതിന് തെളിവല്ല എന്നുള്ളത് അല്ല എന്നുള്ളതിന്റെ തെളിവെങ്ങനെയാണ് ആവുക? നിങ്ങൾ തന്നെ ഇസ്ലാഹ് മാസികയിൽ എഴുതിയിട്ടുണ്ട്, ഒരു കാര്യം ഷിർക്കല്ല എന്നുള്ളതിന്റെ തെളിവ് ഷിർക്കാണ് എന്നുള്ളതിന് തെളിവില്ല എന്നുള്ളതാണ് തെളിവ് എന്ന് തന്നെ നിങ്ങൾ തന്നെ ഇസ്ലാഹ് മാസികയിൽ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യം തൂറ്റിപ്പോയത് കൊണ്ടായിരിക്കാം മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യത്തിൽ നിങ്ങൾ പറഞ്ഞത് അല്ലാത്ത ഇബാദത്തുകളിൽ നബിയുടെ പൊരുത്തം ആഗ്രഹിക്കുന്നത്, ഏത് വിഷയമാണെങ്കിലും നബിയുടെ പൊരുത്തം ആഗ്രഹിക്കുക എന്നുള്ളത് നബിയുടെ നബിയുടെ പൊരുത്തം സമ്പാദിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കുന്നതിന്റെ ലാസിമാണ്. അത് പരസ്പര പൂരകങ്ങളാണ്. അത് ശിർക്കുമായി ബന്ധപ്പെടുന്ന കാര്യമല്ല എന്ന് മുഫസ്സിരീങ്ങൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ കാര്യം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ എന്നുള്ള ഇബാർത്തൊന്നും നമുക്ക് പ്രശ്നമല്ല. നിങ്ങൾക്ക് ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. കിതാബിന്റെ ഇബാർത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമല്ല. എന്നിട്ട് അതേ നിങ്ങൾ കിതാബിന്റെ ഇബാർത്ത് ചോദിക്കുകയും ചെയ്യാം. പ്രമാണങ്ങൾ 4 ഖുർആൻ ഹദീസ് ഇജ്മാ ഖിയാസ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കൂ. മുസ്ലിയാരെ തർക്കമില്ലാത്ത വെറുതെ വലിച്ചുകൊണ്ടുള്ള ആവശ്യമില്ലല്ലോ. ഇവിടെ റസൂലുള്ളാഹിന്റെ തൃപ്തിയും റസൂലുള്ളാഹിന്റെ ഇതയും അതിനെപ്പറ്റി അള്ളാഹ് പറഞ്ഞെന്താ, ഖുർആൻ പറഞ്ഞെന്താ, ഹദീസ് പറഞ്ഞെന്താ, അതൊന്നും ഇവിടെ തർക്കമില്ല. അങ്ങനെ ആയത്തുണ്ടോ, അങ്ങനെ ഹദീസോ, അത് തർക്കമുള്ള കാര്യമില്ല. ആ ആയത്തെ സൂറത്ത് തൗബ 62-ാമത്തെ ആയത്തല്ലേ, അതൊന്നല്ല ഇവിടെ വിഷയം. ഇവിടുത്തെ വിഷയം എന്താ? ഇസ്ലാഹ് മാസികയിൽ എഴുതിയ ലേഖനമാണല്ലോ പരാമർശ വിഷയം. അത് വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. അതെന്തെങ്കിലും പറയാൻ കഴിയാത്തത്? അതല്ലേ പറയേണ്ടത്. അല്ലാതെ നിങ്ങളിങ്ങനെ കുറെ ആയത്തുകൾ പറഞ്ഞ് ഞങ്ങളെ കാര്യം പരിഭാഷ വായിക്കാതെ
പിന്നെ വിഷയം അവതരിപ്പിച്ചാണ് പരാതി. അതുകൊണ്ടാണ് ചോദിച്ചത്, നിങ്ങൾ ഒരു ആയത്ത് പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു ഹദീസ് പറഞ്ഞല്ലോ, ഈ ആയത്തും ഹദീസും ഏറ്റവും കൂടി മനസ്സിലായിരിക്കാം ആദ്യം 3 നൂറ്റാണ്ടുകാർക്കല്ലേ. അതുകൊണ്ടാണ് ചോദിച്ചത് ഏത് കിതാബിലുള്ളത്. അത് മൂപ്പയ്ക്ക് വല്ലാണ്ട് കൊണ്ടു, അത് മൂപ്പയ്ക്ക് പ്രയാസമുണ്ട്. ഒരൊറ്റ കിതാബും MT ദാരിമിക്കുന്നല്ല, ഇവിടെ ഒരു മുസ്ലിയാർക്കും കഴിയാൻ ഉറപ്പാ. MT ദാരിമിനെ പോലത്തെ 100 ഒപ്പം വന്നാലും ശരി, ആദ്യം 3 നൂറ്റാണ്ടിൽപ്പെട്ട ഒരൊറ്റ കിതാബിൽ ഏതെങ്കിലും ഒരു ഇമാമ്, അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളായി മുസ്ലിം ലോകം കണ്ട ഏതെങ്കിലും ഒരു ഇമാമ്, ഒരു മുഹദ്ദിസോ ഒരു ഫഖീഹോ ഒരു അഖീദയുടെ പണ്ഡിതനോ ഒരു മുഅർരിഖോ ഒരു മുഫസ്സിറോ ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതന്മാർ ഒരാളെങ്കിലും അന്ന് രചിക്കപ്പെട്ട ഏതെങ്കിലും ഒരു കിതാബിൽ ഈ ആയത്തൊക്കെ ചർച്ച ചെയ്തിട്ടും ഇങ്ങനത്തെ ഒരു വിഷയമുണ്ടില്ല. ഓരോ കിതാബിലൊക്കെ ഉണ്ടല്ലോ ഈ ആയത്ത്, ഓരോ കിതാബിലൊക്കെ ഉണ്ടല്ലോ ഈ ഹദീസ്, ഓരോ കിതാബിലൊക്കെ ഉണ്ടല്ലോ ഖദീജ ബീവിക്ക് ആടുത്ത വിഷയം, ഓരോ കിതാബിലുണ്ടല്ലോ ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അവരുടെ കിതാബിലുണ്ടല്ലോ ഖുൽ ബിഫദ്ലില്ലാഹി ബിറഹ്മതിഹി. ഇതെന്താ അവരെന്തേലും പറയാതിരുന്നത്? അപ്പൊ നിങ്ങൾ പച്ചയായ ദുർവ്യാഖ്യാനം ചെയ്തത് മനസ്സിലാക്കാനാ ഈ കിതാബ് ചോദിച്ചത്. അല്ലാതെ ആയത്തുകളാക്കിയത്ര ഖുൽ വല്ലാഹു അഹദ് അല്ല 2 ആയത്തിൽ കൂടെ നിങ്ങളാണല്ലോ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ഓതിയിട്ട് അത് മൊരീശികൾ ചോദിച്ചാൽ കുഴപ്പമില്ലാന്ന് പറഞ്ഞ മനുഷ്യര്. അതുകൊണ്ടാണ് നമ്മൾ ഈ നിലയ്ക്ക് ചോദിച്ചത്. നിങ്ങൾ ഇവിടെ ആയത്തുദീസൊക്കെ പറയും, ഈ ആയത്തുദീസം നിങ്ങൾ പച്ചയായ ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ഈ 3 നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതന്മാരുടെ കിതാബിൽ ഈ ആയത്തും ഹദീസും മുഴുവൻ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അവരാരെങ്കിലും ഈ വക ആയത്തോ ഹദീസോ വിശദീകരിച്ചെടുത്തോ എല്ലാ സ്ഥലത്തോ ഇതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ വാക്ക്, നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗം, എന്തെങ്കിലും ഒന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് 2ാമത്തെയും 3ാമത്തെയും നൂറ്റാണ്ടുകൾ ജീവിച്ച ആയിരക്കണക്കായ പണ്ഡിതന്മാർ രചിച്ച ആയിരക്കണക്കായ കിതാബിൽ ഒരൊറ്റ കിതാബിൽ ഇലാ യൗമിൽ ഖിയാമ MTക്കുന്നല്ല ഒരാൾക്കും കഴിയില്ല. ആ വിഷയങ്ങളൊക്കെ MT ആയി പോകും എന്നാ സൂചിപ്പിക്കാനുള്ളത്. ഒരു സംഗതി കാണിക്കാൻ കഴിയില്ല. അത് നിങ്ങൾ പറയും. എന്നിട്ട് എന്താ ഖുർആൻ ചോദിക്കുക, ഹദീസ് ചോദിക്കുന്ന എളുപ്പമുണ്ടല്ലോ, മൂപ്പ ഇങ്ങനെ ദുർവ്യാഖ്യാനിച്ച് ഓതാം. അപ്പൊ ഖുർആൻ ഹദീസ് ഓതുമ്പോൾ അതിന്റെ മാനദണ്ഡം കൂടി പറയണം. അതിനാണ് ഞങ്ങളേതായാലും പരിഭാഷ വായിക്കുന്നത്. നിങ്ങളാണല്ലോ വല്ല കിതാബ് ഇരുന്നോല് ആ കിതാബ് നിർക്കി. ആ കിതാബിൽ പറയും ഈ ആയത്ത് വെച്ചത് ഇമാം ഷാഫി പറഞ്ഞിരിക്കുന്നു, ഈ ഹദീസ് വെച്ച് അബൂ ഹനീഫ പറഞ്ഞിരിക്കുന്നു, ഈ ആയത്ത് വെച്ചിട്ട് ഇമാം മാലിക് പറഞ്ഞിരിക്കുന്നു, ഇമാം ബുഖാരി പറഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും പറയാൻ കഴിയാത്തത്? അതല്ലേ പറയേണ്ടത്. മറ്റൊരാരെല്ലാം എന്തെല്ലാം ആയത്തിൽ ഇവിടെ കാന്തപുരം മുഴുവന്നപ്പോ അയാളും ആയത്തോതി നിങ്ങൾ അംഗീകരിച്ചോ? അതുകൊണ്ട് ഈ പറയപ്പെട്ട ആയത്തും ഹദീസും ഒക്കെ ഈ മഹാന്മാരുടെ കിതാബിൽ ചർച്ചയുണ്ട്. അവരാരാണ് ഈ നിലക്കുള്ള പരാമർശം നടത്തിയത്? ഏതെങ്കിലും നിങ്ങൾ വായിക്കും. ഫൈസൽ മൗലവി, നമ്മുടെ പ്രമാണം ഒന്ന് വായിക്കണം. ഖുർആൻ ഹദീസ് ഇജ്മാ ഖിയാസ്, ഖുർആൻ ഹദീസ് ഇജ്മാ ഖിയാസ്. ഞങ്ങൾ ഖുർആൻ വായിച്ചു. ആ ആയത്തിൽ ഞങ്ങൾ പറഞ്ഞ പ്രമാണത്തിൽ നിങ്ങൾ പറയുന്നു ദുർവ്യാഖ്യാനം ചെയ്യാണെന്നുള്ളത്. ദുർവ്യാഖ്യാനം ചെയ്യാണെന്ന് നിങ്ങൾ പറഞ്ഞു. എവിടെയാണ് ദുർവ്യാഖ്യാനം എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി എന്നുള്ളത് മുഹമ്മദ് നബിയെ എന്നതിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാമ ആദൂസി പറഞ്ഞിട്ടുണ്ട്. ഇമാം സുയൂത്തി തങ്ങൾ തന്റെ ദുർറുൽ മൻസൂറിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ നേതാവായ റഷീദ് റിള തഫ്സീറുൽ മനാറിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന മറ്റൊരു ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് തഫ്സീർ കൊടുക്കുന്നത് എന്നും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ കിതാബ് തന്നെയാണ്. പക്ഷെ നമ്മുടെ പ്രമാണം നിങ്ങൾ മറക്കരുത്. നമ്മുടെ പ്രമാണം ഖുർആൻ ഹദീസ് ഇജ്മാ ഖിയാസാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രമാണം മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളാണ്. പക്ഷെ നിങ്ങളുമായിട്ട് സംവാദം നടത്തുമ്പോൾ ഞങ്ങളുടെ പ്രമാണം ഖുർആൻ ഹദീസ് ഇജ്മാ ഖിയാസാണ്. ഞങ്ങൾ സുന്നികൾ തമ്മിൽ സംവാദങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ വെച്ചിട്ടാണ്. ഇവിടെ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളോ ഇമാമികളുടെ ഗ്രന്ഥങ്ങളോ അല്ല പ്രമാണമായിട്ട് എഴുതിയിട്ടുള്ളത്. എഴുതിയ പ്രമാണം വായിക്കണം. എഴുതിയ പ്രമാണം എന്താണ്? ഖുർആൻ ഹദീസ് ഇജ്മാ ഖിയാസ്. ഞങ്ങൾ ഓതിയ ആയത്തിനെ കുറിച്ച് ഹദീസിനെ കുറിച്ച് വല്ലതും പറയൂ. അമ്മാ ബിനിഅമതി റബ്ബിക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ നബുവത്ത് എന്നല്ലേ? റസൂലുള്ളാഹിന്റെ നബുവത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ മുന്നൊരുക്കങ്ങളും അതിൽ ഉൾപ്പെട്ടു എന്ന് ഇമാം ബുഖാരി തങ്ങൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ റസൂലുള്ളാഹിന്റെ വിലാദത്തും ഉൾപ്പെടുന്നുണ്ട്. അതൊക്കെ വളരെ വ്യക്തമാണ്. അത് ദുർവ്യാഖ്യാനമാണെന്ന് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ കാരണമെന്ന് നിങ്ങൾ പറയണം. പിന്നെ നിങ്ങൾ പറഞ്ഞ മാതാപിതാക്കളുടെ പൊരുത്തത്തിൽ റസൂലുള്ളാഹിന്റെ പൊരുത്തമുണ്ടോ എന്നല്ലേ? മാതാപിതാക്കളുടെ പൊരുത്തം ആഗ്രഹിക്കാം. പക്ഷേ ആ പൊരുത്തം ആഗ്രഹിക്കുന്നതോടൊപ്പം റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ നബി തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുമ്പോൾ പിതാവുമാണ് റസൂലാണ്. അപ്പൊ എന്താണ് നിങ്ങളുടെ വാദം? അപ്പൊ അത് ശിർക്കാനാ? റസൂലുള്ളാഹിന്റെ മക്കള് പിതാവിന്റെ പൊരുത്തം ആഗ്രഹിക്കാം, പക്ഷെ അത് റസൂലിന്റെ പൊരുത്തം ആകാൻ പറ്റുകയില്ല എന്നാണോ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്ത് പോയത്തമാണ് ഫൈസൽ മൗലവി. നിങ്ങളൊരു പ്രസ്ഥാനത്തിന്റെ നേതാവല്ലേ? നിങ്ങളിങ്ങനെ പറയാൻ പറ്റുമോ? നിങ്ങൾ ഏറ്റവും ഇപ്പൊ സക്കരിയ സലായി പുറത്തു പോയപ്പോ നിങ്ങളാണല്ലോ ഇപ്പൊ ആ സ്ഥാനത്തുള്ള ഏറ്റവും വലിയ നേതാവ്.
അല്ലേ? അതിപ്പോ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, മാനവർക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. എന്നിട്ട് നിങ്ങൾ ഈ ജാതി പൊട്ടത്തരങ്ങൾ പറയാന്ന് പറഞ്ഞത് എന്താണ് സഹോദര? പിന്നെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതന്നെ ഏറ്റവും വലിയ കിതാബ്, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി. ഖുർആനാണ് നിങ്ങൾ വായിച്ചത്, ഹദീസാണ് നിങ്ങൾ വായിച്ചത്, ഇജ്മാ, ഖിയാസ് എന്നിവയാണ് നിങ്ങളുടെ പ്രമാണം. ആ പ്രമാണം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇസ്ലാഹി മാസികയല്ല നമ്മുടെ ചർച്ച, ഇസ്ലാഹ് മാസികയിൽപ്പെട്ട നിബന്ധനയാണ് ചർച്ച. നിബന്ധന എന്താണ്? നിബന്ധന വായിച്ചു വരണം മൗലവി. നിബന്ധന എന്താണ്? നബിയുടെ പൊരുത്തം കാക്ഷിക്കുക എന്നുള്ള ആ നിബന്ധനയാണ് നിങ്ങളും വാദത്തിൽ എഴുതിയിട്ടുള്ളത്, ഞങ്ങളും വാദത്തിൽ എഴുതിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടതല്ല നിങ്ങളുടെ ചോദ്യം. പിന്നെ നിങ്ങളൊരു സെന്റൻസ് വായിച്ചു. എന്താണ് സെന്റൻസ്? അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ ശിർക്കാണെന്നുള്ളത് മുസ്ലിം ലോകത്തിന് തർക്കമില്ല. അങ്ങനെയാണെങ്കിൽ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് എടുക്കുമ്പോൾ മാതാപിതാക്കളെ പൊരുത്തം ആഗ്രഹിക്കലോ? വല്ലാഹു വറസൂലുഹു അഹഖ്ഖു യുർദൂഹു ഇൻ കാനൂ മുഅ്മിനീൻ. ഇവിടെ റസൂലിന്റെ പൊരുത്തം കാക്ഷിക്കണമെന്ന് പറഞ്ഞല്ലോ, അത് ശിർക്കാകേണ്ടതല്ലേ? ഖുർആനിന്റെ നസ്റിനെതിരാണ് നിങ്ങളുടെ വാദം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വിഷയത്തിൽ പക്കാ ബുദ്ധനാശയക്കാരായി മാറിയിരിക്കുന്നു, മുബ്തദിഈങ്ങളായി മാറിയിരിക്കുന്നു. ഞങ്ങളെ മുബ്തദിഈങ്ങളാക്കാൻ വേണ്ടി വന്നപ്പോ ഇപ്പൊ എന്തായി? പെണ്ണ് കാണാൻ മണ്ണും ചാരി നിന്നവൻ പെണ്ണ് കൊണ്ടുപോയി എന്ന് പറഞ്ഞ മാതിരിയായി. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞല്ലോ. പണ്ടേ ശിർക്ക് പിന്നീട് അത് ബിദഅത്തും കൂടിയാണ്. ഫൈസൽ മൗലവി ഒരു അട്ടിമറി നടത്തിയിട്ടുണ്ട് അവിടെ. പണ്ടേ ബിദഅത്ത് പിന്നെ അത് ശിർക്കും കൂടിയായി എന്നല്ല നിങ്ങൾ ഇസ്ലാം മാസികയിലുള്ളത്. നിങ്ങൾക്ക് അതിന്റെ പൊട്ടത്തരം തിരിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തലമാറ്റി വായിച്ചതാണ്. നിങ്ങൾ ഇസ്ലാം മാസികയിലുള്ളതാണ് പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറഞ്ഞാൽ പണ്ടേ അത് ശിർക്കാണ് മൗലിദാഘോഷം, പിന്നെ അത് ബിദഅത്തും കൂടി. ശിർക്കായ ഒരു കാര്യത്തെ സംബന്ധിച്ച് പിന്നെ ബിദഅത്താണോ അല്ലേ എന്നുള്ള ചർച്ചയ്ക്ക് വല്ല പ്രസക്തിയുണ്ടോ? ബിദഅത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അകത്ത് വരുന്ന കാര്യമാണ്, ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ പുറത്ത് വരുന്ന കാര്യമാണ്. ഇസ്ലാമിന് പുറത്തു പോയ കാര്യം ആൾക്കാരോട് പിന്നെ അത് ബിദഅത്താണെന്ന് പറയുന്നത് എന്തൊരു മണ്ടത്തരമാണ്. ഇസ്ലാമുകാരന്റെ ആ മണ്ടത്തരം തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കാം നമ്മുടെ ഫൈസൽ മൗലവി അവിടെ നിന്ന് മാറ്റി മറിച്ചിക്കാണെന്ന് പറഞ്ഞു. പണ്ടേ അത് ബിദഅത്ത് കൂടെ ശിർക്കുമാണ് എന്ന് പറഞ്ഞു. അങ്ങനെയല്ല ഇസ്ലാം മാസികയിലുള്ളത്. പണ്ടേ അത് ശിർക്ക് പിന്നെ അത് ബിദഅത്തും കൂടിയാണ്. ശിർക്കായ ഒരു കാര്യത്തെക്കുറിച്ച് പിന്നെ ബിദഅത്താണെന്നുള്ള അവലോകനം എത്രമാത്രം മണ്ടത്തരമാണ് എന്ന് എന്റെ ഫൈസൽ മൗലവിയെ ഞാൻ സ്നേഹബുദ്ധ്യ ഉണർത്തുകയാണ്. എപ്പോ തിരിഞ്ഞല്ലോ? റസൂലുള്ളാഹിന്റെ മക്കൾ റസൂലുള്ളാഹിനെ പൊരുത്തം ആഗ്രഹിക്കുന്നു, നിങ്ങളെ മക്കൾ നിങ്ങളെ പൊരുത്തം ആഗ്രഹിക്കുന്നു, എന്റെ മക്കൾ എന്റെ പൊരുത്തം ആഗ്രഹിക്കുന്നു. അപ്പൊ ആ പൊരുത്തമല്ല തർക്കമുള്ള പൊരുത്തം. ഇപ്പൊ മനസ്സിലായില്ലേ? ആ പൊരുത്തമല്ല നമ്മൾ തർക്കം. ഞാൻ നിങ്ങളെ മാതാപിതാക്കൾ അനുസരിക്കുന്നുണ്ടോ നമുക്കറിയില്ല. അനുസരിക്കുമ്പോൾ അതിൽ റസൂലുള്ളാഹിനെ പൊരുത്തം നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ? അവിടെ നമ്മൾ തർക്കം. ആ പൊരുത്തമാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം. നിങ്ങളെ മാതാപിതാക്കൾ അനുസരിക്കുമ്പോൾ, ഞാൻ എന്റെ മാതാപിതാക്കൾ അനുസരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പൊരുത്തമാണോ ആഗ്രഹിക്കുന്നത് അതോ അള്ളാഹിന്റെ പൊരുത്തമാണോ ആഗ്രഹിക്കുന്നത്? ആ പൊരുത്തമാണ് ഇസ്ലാഹി മാസിക പരാമർശിച്ചത്. അതുകൊണ്ട് ആദ്യം പറഞ്ഞത് അള്ളാഹിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആരാധകൾ ചെയ്യേണ്ടത്. അവിടെയാണ് നിങ്ങൾ നബിയെ പങ്കു ചേർക്കുന്നത്. അതുകൊണ്ടാണ് ശിർക്ക് വരുന്നത്. നീ ശിർക്ക് വരാൻ തെളിവെന്താണെന്നുണ്ടോ നിങ്ങൾ ചോദിച്ചോളി. അപ്പൊ പറഞ്ഞുതരാം. ചോദിക്കുന്ന സമയത്ത് ചോദിക്കും, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന സമയ നിങ്ങൾ അപ്പൊ ഇത് പറയേണ്ടതുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഇപ്പൊ വല്ല കിതാബ് അള്ളാന്റെ കിതാബ് തന്നെയാണ്. ആ ബോധം നല്ലതാ. ഇപ്പൊ എന്റെ ബാക്കി കിതാബൊക്കെ നിങ്ങൾക്ക് പറ്റാതായി പോയി. നിങ്ങൾ കിതാബിലുണ്ട് ആലൂസി പറഞ്ഞിട്ടുണ്ട്, സുയൂത്തി പറഞ്ഞിട്ടുണ്ട്, മുസ്ലിയാരെ അതന്നെ ഉണ്ടാവുള്ളൂ, അതിനപ്പുറത്തില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ആദ്യം 3 നൂറ്റാണ്ട് പ്രത്യേകം ചോദിച്ചത്. അതുകൊണ്ടാ. ആലൂസി എന്നാ 300 കൊല്ലം മുമ്പാ. ആലൂസി 300 കൊല്ലം മുമ്പ്, സുയൂത്തി 400 കൊല്ലം മുമ്പ്. ഇനി സുയൂത്തി പറഞ്ഞ നിങ്ങൾ പറഞ്ഞത് അതുമില്ല. റസൂൽ റഹ്മത്താണെന്നാ സുയൂത്തി പറഞ്ഞത്. അയക്ക് തർക്കമുള്ളത്. ഇനി സുയൂത്തി പറഞ്ഞിട്ടില്ല, അയക്ക് എന്നാ റഹ്മത്തല്ലേ? സുയൂത്തി എന്നാൽ ജീവിച്ചിട്ട് വിചാരിക്കുക, എന്നാൽ അള്ളാഹു റസൂൽ റഹ്മത്തല്ലേ? ഖുർആൻ പറഞ്ഞല്ലേ ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അതല്ല മുസ്ലിയാരെ തർക്കം. നേരെ മറിച്ച് നിങ്ങൾ ഈ പറഞ്ഞ ആയത്തുൽ ഹദീസൊക്കെ പച്ചയായ ദുർവ്യാഖ്യാനം. എന്തുകൊണ്ടെന്നല്ലേ? അതിനാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ പറഞ്ഞ ആയത്തുൽ ഹദീസും വെച്ച് ലോകത്ത് നിങ്ങളല്ലാതെ ഒരാളും ഇത് ജന്മദിനാഘോഷം കഴിക്കാൻ തെളിവാണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളെപ്പോലത്തെ ഈ മുസ്ലിയാക്കന്മാരല്ലാത്ത ഒരാളും ഇത് ജന്മദിനം ആഘോഷിക്കാൻ തെളിവാണെന്ന് ലോകത്തൊരാളും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും നിങ്ങൾ വായിക്കി. അതിനാ ഞാൻ ചോദിച്ചത്. 300 കൊല്ലം ഹിജ്റ 1, 2, 3 നൂറ്റാണ്ടുകളിൽ നിങ്ങൾ ഈ പറഞ്ഞ ആയത്തും ഹദീസും വിശദീകരിച്ചിട്ടുള്ള പണ്ഡിതന്മാര്, അല്ലെങ്കിൽ ഓല കിതാബിൽ ഈ ആയത്തൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് പറയും. ഓല കിതാബൊന്നും ഈ ആയത്തില്ലേ? ഇമാം ഷാഫിന്റെ, അബൂ ഹനീഫ ഇമാമിന്റെ, ബുഖാരി ഇമാമിന്റെ കിതാബൊന്നും ഈ ആയത്തുൽ ഹദീസില്ലേ? ഓരത് പരാമർശിച്ചിട്ടില്ലേ? അവരൊക്കെ ഇത് പരാമർശിച്ചപ്പോൾ എന്തേ നബിദിനാഘോഷം എന്നൊരു വാക്ക്, മീലാദ് എന്നൊരു വാക്ക്, ഈദ് മീലാദ് എന്നൊരു വാക്ക് എന്തേ കാണിക്കാൻ കഴിയാത്തത്? സുയൂത്തി പറഞ്ഞു, ആലൂസി പറഞ്ഞു ഈ ആയത്ത് വെച്ചിട്ട് നബിദിനാഘോഷിക്കാന്ന്. എന്നോ ഒമാർ സല്ലല്ലാഹു റഹ്മത്തുൽ ആലമീൻ എന്ന ആയത്ത് വെച്ചിട്ട് നബിദിനം ആഘോഷിക്കാൻ തെളിവാന്ന് ആലൂസി പറഞ്ഞു. നിങ്ങൾ കാണിക്ക്. അപ്പോ എന്റെ ചോദ്യം ഇതാണ്. ആദ്യം 3 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട ആയിരക്കണക്കായ കിതാബുകളിൽ ഏതു കിതാബിലാണ്
ഏത് കിതാബിലാണ് ഈ പറയപ്പെട്ട ആയത്തും ഹദീസും അടിസ്ഥാനമാക്കിക്കൊണ്ട് നബിദിനം ആഘോഷിക്കാൻ തെളിവായി കൊണ്ടുവന്നത്? അത് ഇല്ലാത്ത കാലത്തോളം നിങ്ങൾ ഇതിനെ മുഴുവനും ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നു. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമിനെ പണ്ട് ദുർവ്യാഖ്യാനിച്ചതുപോലെ നിങ്ങൾ ഇതും ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നു. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, നിങ്ങൾക്ക് എന്നെ സംശയമില്ലാതായത്? പണ്ട് പറഞ്ഞ എന്താ, ഫാത്തിഹ പോലും അർത്ഥം പഠിക്കുന്ന പ്രത്യേക സുന്നത്തും കൂടി ഇല്ലാതാ, ഫാത്തിഹ പോലും അർത്ഥം പഠിക്കുന്ന സുന്നത്തും കൂടി ഇല്ല എന്ന് പറഞ്ഞ മനുഷ്യന്മാർക്ക് ഇപ്പൊ അതാ അത്ര വലിയ കിതാബ്. ഫാത്തിഹ പോലും അർത്ഥം പഠിക്കുന്നത് പ്രത്യേകം സുന്നത്തില്ല എന്ന് പറയുന്നത് ശരിയാണ് മൗലവി. ഖുർആാനിന്റെ മറ്റു ആയത്തുകൾ അപേക്ഷിച്ച് ഫാത്തിഹയ്ക്ക് ഒരു പ്രത്യേക സുന്നത്തില്ല. അല്ലാത്ത സൂറത്തുകളെ പോലെയുള്ള സുന്നത്താണ് ഫാത്തിഹയ്ക്കുള്ളത്. അതിലെന്താ കുഴപ്പമുള്ളത്? നിങ്ങൾ ഈ മണ്ടത്തരം പറഞ്ഞുകാണ്ട് അതിന് വല്ല കുഴപ്പമുണ്ടോ? പ്രത്യേക സുന്നത്തില്ല എന്ന് പറഞ്ഞതിൽ എന്താ പ്രശ്നമുള്ളത്? എന്താ പ്രയാസമുള്ളത്? പറഞ്ഞത് വളരെ കൃത്യല്ലേ. ഇസ്ലാമിന്റെ നിയമമല്ല പറഞ്ഞത്. ഇസ്ലാമിന്റെ നിയമത്തിന് നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര വലിയ വിഷമം, അസഹിഷ്ണുത നിങ്ങൾക്ക് എന്തിനാണ്? അപ്പൊ അതൊന്നും ഇവിടെ പറഞ്ഞുകാണ്ട് വിഷയം മാറ്റാൻ ശ്രമിക്കണ്ട. നമ്മുടെ വിഷയം നബിദിനാഘോഷമാണ്, ഖുർആാനിന്റെ അർത്ഥം പറയാനല്ല. അതൊക്കെ നമുക്ക് വേറെ പറയാം. ഇവിടുത്തെ പ്രമാണത്തിൽ നിന്ന് മൗലവി പുറംതിരിഞ്ഞു പോകരുത്. എപ്പോഴും നിങ്ങൾക്കൊക്കെ ഇമാമിങ്ങൾ നേതാക്കന്മാരായത്? ഇപ്പോൾ ഞങ്ങളൊരു സംവാദം നടത്തുമ്പോൾ ഇമാമിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാര്, അല്ലാത്ത സമയത്ത് ഇമാമികളെ ചവിട്ടി പുറത്താക്കുന്ന ആൾക്കാർ. ഇതല്ലേ നിങ്ങളുടെ തൊഴില്? ഇപ്പൊ ഞങ്ങളായിട്ട് വരുമ്പോ ഖുർആൻ നിങ്ങൾക്ക് പ്രശ്നമല്ല, ഹദീസും പ്രശ്നമല്ല, ഇജ്മാവും പ്രശ്നമല്ല, ഖിയാസും പ്രശ്നമല്ല, കിതാബിലുണ്ടോ എന്നപ്പോ ചോദിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കിതാബ് വേണമല്ലേ? ആ അടവും തന്ത്രമൊന്നും ഞങ്ങളുടെ മുമ്പിൽ നടക്കൂല. ഞങ്ങളുടെ മുമ്പിൽ ഇവിടെ ഞങ്ങൾ വ്യവസ്ഥക്ക് ഒരു പ്രമാണം എഴുതിയിട്ടുണ്ട്, ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്. നിങ്ങളെ വകയായിട്ട് അവിടെ കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. സഹീഹായ ഹദീസ്, സ്ഥിരപ്പെട്ട ഇജ്മാ, വ്യക്തമായ ഖിയാസ്. ഇതൊക്കെ ഇന്ന് ഇവിടെ മധ്യസ്ഥന്മാരോട് വായിച്ചത് നിങ്ങൾ കേൾക്കാതെയാണോ ഞങ്ങളായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്? അതുകൊണ്ട് കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഞങ്ങൾ ഓതിയ ആയത്തുകളെ സംബന്ധിച്ച് അത് ഈ ഞങ്ങൾ ഇവിടെ പറഞ്ഞെന്താ, നബിദിനാഘോഷം എന്ന് പറഞ്ഞാൽ നബിയുടെ മേലിൽ സന്തോഷിക്കലാണ്, അതിന് ഈ ആയത്ത് തെളിവാണ്. നബിയുടെ മതക് പറയലാണ്, അത് ഇന്നത് തെളിവാണ്. നബിയുടെ മേലിൽ സലാത്ത് ചെല്ലലാണ്, അത് ഇന്നത് തെളിവാണ്. അത് റബീഉൽ അവ്വൽ മാസത്തിനായതുകൊണ്ടാണോ നിങ്ങൾക്ക് പ്രശ്നം എന്നാൽ ഞാൻ ചോദിക്കട്ടെ, റബീഉൽ അവ്വൽ മാസത്തിൽ ഇക്കാര്യങ്ങൾ ചെയ്യൽ ശിർക്കാണ്, ബിദ്അത്താണെന്നുള്ള 3 നൂറ്റാണ്ടിൽ ഏതെങ്കിലും കിതാബിൽ നിങ്ങൾ കാണിച്ചു തരുമോ? റബീഉൽ അവ്വൽ മാസത്തിലായതുകൊണ്ടാണോ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായത്? എന്നാൽ ഇത് ശിർക്കാണ്, ബിദ്അത്താണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞ 3 നൂറ്റാണ്ടിൽ പറഞ്ഞ ഏതെങ്കിലും ഇമാമുകൾ കിതാബിലുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും ഇമാമിന്റെ കിതാബിൽ നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ കഴിയും? നബിദിനാഘോഷം റബീഉൽ അവ്വൽ നടത്തുന്നത് ശിർക്കാണ് അല്ലെങ്കിൽ ബിദ്അത്താണ് എന്നുള്ളത് 3 നൂറ്റാണ്ടിലെ ഏതെങ്കിലും കിതാബിൽ കാണിച്ചു തരുമോ? അപ്പൊ ഞങ്ങൾ അത് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അതിങ്ങനെ കാണിച്ചു തരാൻ കഴിയൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ റസൂലുള്ളാഹിന്റെ പിതാവ് എന്ന നിലക്ക് അവിടെ റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്നത് കുഴപ്പമില്ല. ആ പൊരുത്തല്ല ഞങ്ങളിപ്പോ പറയുന്നത്, ഞങ്ങൾ വേറെ പൊരുത്താണെന്ന്. ഏതാണ് നിങ്ങൾ ആ പറഞ്ഞ പൊരുത്തം? അതൊന്ന് വ്യക്തമാക്കൂ. നിങ്ങൾ ആ പറഞ്ഞ പൊരുത്തം ഒന്ന് വ്യക്തമാക്കി. എന്താണ് ഈ വിഷയത്തിനെ സംബന്ധിച്ച് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുള്ളത്? വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു ഇൻ കാനൂ മുഅ്മിനീൻ. അത്തൗബ സൂറത്തിന്റെ 62-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, അല്ലാഹുവിന്റെ പൊരുത്തവും ആഗ്രഹിക്കണം, റസൂലിന്റെ പൊരുത്തവും ആഗ്രഹിക്കണം. അഹഖു ബിൽ ഇർളാഇ ബിത്താഅതി വൽ വിഫാഖ്, എല്ലാ ആരാധനാ കർമ്മങ്ങളിലും റസൂലുള്ളാഹിന്റെ പൊരുത്തം വേണമെന്നുള്ളതാണ്. വ തൗഹീദുൽ ളമീർ, ഇവിടെ ളമീറിനെ ഏകവചനമാക്കി അള്ളാഹുവിന്റെ പൊരുത്തം എന്ന് പറയുന്നത് അള്ളാഹിന്റെ പൊരുത്തം മാത്രമേ ഇബാദത്തിന് പറ്റുള്ളൂ എന്നുള്ളതിനോട് ഈ പറഞ്ഞത് എതിരല്ല. കാരണം റസൂലുള്ളാഹിന്റെ പൊരുത്തം, റസൂലുള്ളാഹിക്ക് വഴിപ്പെടുക എന്നുള്ളതൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് ശിർക്കുമായി ബന്ധപ്പെട്ടതല്ല. പിന്നെ ഇസ്ലാം മാസികയിൽ നിങ്ങൾ തുടക്കത്തിൽ വായിച്ചൊരു സെന്റൻസ് ഉണ്ട്. ആ സെന്റൻസ് ഒരിക്കലും തന്നെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടാത്തത് കൊണ്ട് നിങ്ങൾക്കത് ചോദ്യം ചോദിക്കാൻ യാതൊരു അവകാശവുമില്ല. പിന്നെ നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ അത് ആ കിതാബിലുണ്ട്, ഈ കിതാബിലുണ്ട്, ഇതൊക്കെ ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്, നിങ്ങളുടെ നേതാക്കന്മാരുണ്ടല്ലോ. കെ എം മൗലവി, എന്തേ ഇപ്പൊ കെ എം മൗലവിയെ പറ്റി നിങ്ങൾക്ക് മിണ്ടാൻ പറ്റാത്തത്? തൊള്ളിയിൽ നിന്ന് നാവ് ഇറങ്ങിപ്പോയോ? കെ എം മൗലവി പറയുന്നു, ഈ കെ മൗലവി പറയുന്നു, മറ്റു മൗലവിമാർ പറയുന്നു, മുജാഹിദുകൾ, ഒറിജിനൽ മുജാഹിദുകൾ എല്ലാവരും പറയുന്നു നബിദിനം ആഘോഷിക്കേണ്ടതാണ്, ലോക മുസ്ലിമുകൾ കൊണ്ടാടേണ്ടതാണ്, കൊണ്ടാടുന്നതാണ്, അത് സുന്നത്തായ കർമ്മമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫവരദത്തിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതിനെ പോലും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞ അവരോട് നിങ്ങൾക്കൊന്ന് ചോദിച്ചുകൂടായിരുന്നില്ലേ? ഇത് 3 നൂറ്റാണ്ടിലെ കിതാബിലുണ്ടോ എന്ന് ചോദിച്ചുകൂടായിരുന്നില്ലേ? അങ്ങനെ ചോദിക്കുമ്പോൾ അവർ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, ഇത് ശിർക്കാണ് അല്ലെങ്കിൽ ബിദ്അത്താണ് എന്ന് 3 നൂറ്റാണ്ടിന്റെ ഏതെങ്കിലും ഒരു കിതാബിലുണ്ടോ മൗലവി എന്ന് നിങ്ങളുടെ മുജാഹിദിന്റെ ഒറിജിനൽ നേതാക്കന്മാർ നിങ്ങളോട് തിരിച്ചു ചോദിക്കുന്ന ആ ചോദ്യത്തിന് നിങ്ങൾക്ക് എന്ത് മറുപടി പറയാൻ കഴിയും? മറുപടി പറയാൻ കഴിയാതെ വിയർത്തൊലിക്കേണ്ടി വരുന്ന മാശറ പറമ്പ് ചെന്ന മാതിരിക്കാരൻ ഫൈസൽ മൗലവിന്റെ അവസ്ഥ. വിയർത്തിട്ട് ഇങ്ങോട്ട് ഒലിച്ചിട്ട് പിന്നെ അർശന തമ്മിൽ ഏതായാലും കിട്ടൂലല്ലോ മുഖ്തരീങ്ങൾക്ക്. അപ്പൊ ചുരുക്കത്തിൽ വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു, റസൂലിന്റെ പൊരുത്തം ആഗ്രഹിക്കണം. ഇൻ കാനൂ മുഅ്മിനീൻ, റസൂലിന്റെ പൊരുത്തം എന്നുള്ളത് ഇബാദത്തിൽ അല്ലാഹുവിന്റെ പൊരുത്തം അത്രമേ കാംക്ഷിക്കാവൂ എന്നുള്ള പറഞ്ഞതിനോട് എതിരല്ല. കാരണം ലിതലാസുമിർ റിളാഅൈനി, റസൂലിന്റെ പൊരുത്തം എന്നുള്ളത് അല്ലാഹുവിന്റെ പൊരുത്തത്തിന്റെ ലാസിമായ കാര്യമാണ്.
ചിലപ്പോ ഏകദേശം വഴിക്ക് വരുന്നുണ്ട്. അപ്പൊ റസൂലാനെ പൊരുത്തുന്നപ്പോ ഇങ്ങനെ പറഞ്ഞു റസൂലാക്ക് വഴിപ്പെടാൻ, റസൂലാക്ക് വഴിപ്പെടാൻ. അതാ ഞാൻ പറഞ്ഞ രണ്ട് പൊരുത്ത് രണ്ടാണ്. നമ്മൾ തീരുമാനിക്കാം ഏത് പൊരുത്ത. അതിലാ ഞാൻ ചോദിച്ചു മാതാപിതാക്കൾ അനുസരിക്കുമ്പോ റസൂലാന്റെ പൊരുത്തം അവിടെ ആഗ്രഹിക്കാൻ പറ്റുമോ ചോദിച്ചാൽ അതുകൊണ്ടാണ് എന്തെങ്കിലും പറഞ്ഞത്. നേരത്തെ മാതാപിതാക്കൾ കിട്ടുന്ന പൊരുത്തം പറയുന്നുണ്ട്, അത് ഏതാ, അത് വേറെ. റസൂലാക്ക് വഴിപ്പെട്ട് റസൂലാന്റെ കൽപ്പന പാലിച്ച് റസൂലാന്റെ ജീവിതകാലത്തും റസൂലയുമായി ബന്ധപ്പെട്ട സ്വഹാബത്തും അന്ന് എതിരായി പ്രവർത്തിച്ച മുനാഫിക്കീങ്ങളും അവരുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഭാഗങ്ങള്. ഇനി അള്ളാന്റെ പൊരുത്തം കിട്ടാൻ പല മാർഗങ്ങളുണ്ട്. അത് റസൂലാന് മാത്രമല്ല, റിളല്ലാഹി ഫീ വാലിദൈനല്ലേ, മാതാപിതാക്കളെ പൊരുത്തുണ്ടെങ്കിൽ അള്ളാന്റെ പൊരുത്തം ഉണ്ടാവുള്ളൂ. അതെടുത്തെന്താ വിവാഹത്തിൽ നിൽക്കുമ്പോൾ മാതാപിതാക്കൾ വേണ്ടി നീയത്തക്കണമെന്നാ ഇല്ലാഹി താല പറയുമ്പോ അവിടെ മാതാപിതാക്കൾ കൂടി ഒരു വകുപ്പ് കൊടുക്കണം അർത്ഥം. അതാ നിങ്ങൾ ഇവിടെ ചെയ്തത്, നിങ്ങൾ ഇവിടെ കൊടുത്തത് അതാണ്. അതാണ് ഇസ്ലാഹി മാസികയിൽ പറഞ്ഞത്. അള്ളാന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആരാധനാകർമ്മങ്ങൾ ചെയ്യാവൂ. എന്നാൽ ഇവിടെ നിങ്ങൾ റസൂലാനെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നു, അത് ശിർക്കായി മാറുന്നു എന്നാണ് ഇസ്ലാഹി മാസിക എഴുതിയത്. അതോടാണ് ഞങ്ങൾ അത് ചോദിച്ചത്. അപ്പൊ എന്താ ഇസ്ലാഹി മാസിക ഇടങ്ങാറ്, അതിലെന്തെല്ലാം ഉണ്ടാവും അതൊന്നും ഇപ്പൊ ചോദിക്കാൻ പറ്റൂല. പിന്നെ ഏതാ ചോദിക്കേണ്ടത്? നാം വാദം എഴുതുമ്പോ പറയണ്ടേ ഇതെല്ലാം എഴുതേണ്ടതുള്ളത്. അപ്പൊ ഏതായിരുന്നാലും ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി ഇല്ലാതെ വ്യക്തമായി, രണ്ടാമത്തും ഇല്ല, ഇപ്പൊ മൂന്നാമത്തും ഇല്ല. മൂന്നാമത്തെ എന്തായിരുന്നു? ആദ്യം 3 നൂറ്റാണ്ടുകളെ ആയിരക്കണക്കായ കിതാബുകളിൽ ഏതെങ്കിലും ഒരു കിതാബിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശം ഉണ്ടോന്നാ. അതിന് മൂപ്പർക്ക് ഇപ്പൊ കണ്ടുപിടുത്ത പല ആരെങ്കിലും വിദേഹത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടോന്നാ. അന്നാ സംഗതി ഉണ്ടെങ്കിലും ഒരു പറയാ, അന്നാ സംഭവം തന്നെ ഇല്ലല്ലോ. ഇപ്പൊ എം ടി ആരിമിനെ പറ്റി അന്നത്തെ ഇമാം ഷാഫിന്റെ കിതാബ് ഉണ്ടോ ചോദിച്ചാലോ, അന്ന് ഈ ചങ്ങായി ഉണ്ടെങ്കിൽ അല്ലേ, അന്ന് ഈ ചങ്ങായി ഉണ്ടെങ്കിൽ എന്തായാലും അന്ന് ഇമാം ഷാഫി താക്കീരയും ഇത് അങ്ങനെ സാധനം ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും പേടിച്ചോളി എന്ന് അന്ന് എഴുതിയേക്കും. അന്ന് ഇയാളില്ല, അതോടെ എഴുതിയിട്ടില്ല. എന്നപ്പോ അന്ന് നബിദിനാഘോഷം ഇല്ല, അതോടെ പറ്റി പരാമർശിച്ചിട്ടില്ല. നേരെ വെച്ചാൽ അന്ന് നബിദിനാഘോഷം ഉണ്ടെന്നാണ് നിങ്ങളെ വാദം. കാരണം എന്താ, ഈസാ നബി തുടങ്ങിച്ചാണ് പറഞ്ഞത്. ഈസാ നബി തുടങ്ങിയതാണ്, സ്വഹാബികളെ ഹരക്ക നടത്തി നിലർത്തി പോകുന്നതാണ്, ആയത്തുള്ളതാണ്, ഹദീസുകളാണ് ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ചോദിച്ചത് ഓല് എവിടെ പറഞ്ഞു. എന്നാ ഈ ആയത്തിൽ നോക്കി തിന്നിട്ടില്ല എന്നാണോ ഞങ്ങൾ അത് പറഞ്ഞോളി. അപ്പൊ അത് നിങ്ങൾ പറയേണ്ടതിന് പറയാതെ പോകാൻ പറ്റില്ല. ഇനി 4ാമത്തെ ചോദ്യം കൂടി ചോദിക്കട്ടെ. അള്ളാന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആരാധനകർമ്മം ചെയ്യുക എന്നൊരു വകുപ്പ് ഉണ്ടെന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നു. ഇവിടെ റസൂലാന്റെ പൊരുത്തം ഞങ്ങൾ പറയുകയും ചെയ്തു. എങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഇബാദത്തെടുക്കുക എന്ന് പറയുന്നിടത്തുള്ള പൊരുത്തവും റസൂലാന്റെ പൊരുത്തം, മാതാപിതാക്കളുടെ പൊരുത്തം എന്നൊക്കെ പറയുന്നിടത്തുള്ള പൊരുത്തവും ഈ 2 പൊരുത്തവും ഒന്നാണോ അതല്ല രണ്ടാണോ? അള്ളാഹിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്തെടുക്കുക എന്ന് പറയുമ്പോഴുള്ള പൊരുത്തവും റസൂലുള്ളാഹിന്റെ പൊരുത്തവും മാതാപിതാക്കളുടെ പൊരുത്തവും ഉസ്താദുമാരുടെ പൊരുത്തവും അതേപോലെ പരാമർശിക്കപ്പെടുന്ന ഏതെല്ലാം തൃപ്തിയും പൊരുത്തവും ഉണ്ടോ, ഈ പൊരുത്തങ്ങളും റബ്ബിന്റെ പൊരുത്തവും ഒന്നാണോ അതല്ല രണ്ടും വല്ല വ്യത്യാസം ഉണ്ടോന്നാ. രണ്ടും അത് നിങ്ങൾ ആണെങ്കിൽ ആണ് പറയാം, അല്ലെങ്കിൽ അല്ല എന്ന് പറയാം. വ്യത്യാസം ഉണ്ടെങ്കിൽ എന്താണ് വ്യത്യാസം അത് നിങ്ങൾ പറയണം. ഈ 2 പൊരുത്തം വ്യത്യാസം ഉണ്ടെങ്കിൽ ആ വ്യത്യാസം എന്ത് അതെന്ന് പറഞ്ഞാൽ ഇസ്ലാഹും ക്ലിയർ ആവും, നിങ്ങൾ ഈ പറഞ്ഞ ആയത്തും ക്ലിയർ ആവും, ആ ഹദീസും ക്ലിയർ ആവും, തൗബ 62ാമത്തെ ആയത്തും കൃത്യമായിട്ട് ബോധ്യപ്പെടും. അപ്പൊ ഈ വക ആയത്ത് ദുർവ്യാഖ്യാനിച്ചെടുക്കുക ഞങ്ങളൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചത് ഈ ആയത്തൊക്കെ നിങ്ങൾ പറഞ്ഞ അർത്ഥം ആരാ പറഞ്ഞത്, അത് ദുർവ്യാഖ്യാനം തെളിയിക്കാനാ. ഇപ്പൊ ഇമാമിങ്ങൾ കിതാബ് വെച്ച് മുമ്പേക്ക് പ്രശ്നം, അതുകൊണ്ട് അതും നിങ്ങൾ പറയേണ്ടതുണ്ട്. ഏതായാലും ഫൈസൽ മൗലവിക്ക് ഒന്നും പറയാനില്ലാതെ ആയിരിക്കുന്നു. ഇപ്പൊ എന്താ ഫൈസൽ മൗലവി ഇപ്പൊ അവസാനത്തെ ചോദ്യം ചോദിച്ചത് എന്താണ്? അള്ളാഹുവിന്റെ പൊരുത്തവും റസൂലിന്റെ പൊരുത്തവും ഒരേ അർത്ഥത്തിലാണോ? അതെല്ലാവർക്കും അറിയില്ലേ. സ്രഷ്ടാവിലേക്ക് ചേർത്തി പറയുന്ന കാര്യവും സൃഷ്ടികളിലേക്ക് ചേർത്തി പറയുന്ന കാര്യവും 2 അർത്ഥത്തിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയില്ലേ. മംഗലാപുരത്ത് വെച്ചിട്ട് അത് പഠിപ്പിച്ചു തന്നിട്ടില്ലേ മൗലവി? ഹിദായത്തിന്റെ അർത്ഥം പറഞ്ഞിടത്ത് നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഹിദായത്തി എന്ന് പറയുമ്പോൾ അള്ളാഹുലേക്ക് ചേർത്തി പറയുന്ന ഹിദായത്തി എന്ന് പറഞ്ഞാൽ ബിമാന ഖൽഖുൽ ഇഹ്തിദാഇ, ഹിദായത്തിനെ പടക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അതേ സമയത്ത് വഖദ് യുസ്നദു ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാന അത്തസബ്ബുബി, സബബാവുക എന്നുള്ള അർത്ഥത്തിലുമാണ്. അപ്പൊ റസൂലിന്റെ പൊരുത്തം എന്ന് പറയുന്നതും അള്ളാഹുവിന്റെ പൊരുത്തം എന്ന് പറയുന്നതും ഒരേ അർത്ഥത്തിലല്ല. പൊരുത്തം എന്ന് പറഞ്ഞാൽ റിള എന്ന് പറഞ്ഞാൽ എന്താണ്? വഴിപ്പെടുക എന്നതല്ല പൊരുത്തം. ഞാൻ വായിച്ച ഇബാറത്തിന്റെ നിങ്ങൾക്ക് ഗ്രാമർ അറിയില്ലായപ്പോ വെറും പരിഭാഷ മാത്രം അവലംബിച്ചത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്. എന്താണ്? ബിൽ താഅത്തല്ല റിള. ഇർള ആണ് താഅത്ത്. റസൂലുള്ളാഹിനെ കൊണ്ട് പൊരുത്തമുള്ളവനാക്കുക എന്നുള്ള പണിയാണ് താഅത്ത്. അതോടൊപ്പം തന്നെ പൊരുത്തം എന്ന് പറയുന്നത് താഅത്തല്ല. അത് രണ്ടാണ്. നിങ്ങൾ ആ ഇബാറത്ത് ഇർലാഇന്റെ തസ്വീറായിട്ടാണ് ബിത്താഅത്തി എന്ന് പറഞ്ഞിട്ടുള്ളത്. റിളാഇന്റെ തസ്വീറല്ല. റസൂലുള്ളാഹിന്റെ പൊരുത്തം എന്ന് പറഞ്ഞ താഅത്താണെന്നല്ല.
ബൈലാവിന്റെ ഇബാറത്തെ അർത്ഥം വെച്ച് നിങ്ങളത് വായിക്കണ്ടേ? നിങ്ങൾ അതിന്റെ ഇബാറത്ത് കണ്ടിട്ടില്ലല്ലോ, ആയത്തും കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ മൂന്നാമത്തെ ചോദ്യം വിട്ടു. കാരണം ഞങ്ങൾ നല്ലൊരു അസ്ത്രം കൊണ്ട് പ്രയോഗിച്ചപ്പോ അത് ശിർക്കാണെന്നുള്ളത് 3-ാമത്തെ നൂറ്റാണ്ടിലെ ഏതെങ്കിലും ഒരു കിതാബിന് ബിദ്അത്താന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അന്ന് നബിദിനാഘോഷം ഇല്ലാത്തത് കൊണ്ടാണ്. എന്നാ നബിദിനാഘോഷം ഉള്ളത് എപ്പോഴാണ്? അപ്പോഴേതെങ്കിലും ഇമാമികൾ പറഞ്ഞിട്ടുണ്ടോ? നബിദിനാഘോഷം ശിർക്കാണ്, ബിദ്അത്താണ് എന്നുള്ളത് ഉള്ളത് എപ്പോഴാണ്? എന്നാണോ അത് ഉള്ളത് എന്ന് നിങ്ങൾ സങ്കല്പിക്കുന്നത്? അപ്പോൾ ഏതെങ്കിലും ഇമാമത് പറഞ്ഞിട്ടുണ്ടോ? ഒരു ഫാക്കിഹാനി മാത്രമാണ് നിങ്ങൾക്ക് ഉദ്ധരിക്കാനുള്ളത്. അദ്ദേഹത്തെ വളരെ ശക്തമായിട്ട് ഗണ്ണിച്ചുകൊണ്ട് മഹാന്മാരായ ഇമാം സുയൂത്തി തങ്ങളും അതുപോലെ തന്നെ ഇബ്നു ഹജറുൽ അസ്ഖലാനിയുടെ സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാതാവ് ഇബ്നു ഹജറുൽ അസ്ഖലാനി വരെ നബിദിനാഘോഷത്തെ പ്രകീർത്തിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ മുമ്പുണ്ടായിരുന്ന നേവി ഇമാമിന്റെ ഉസ്താദായ അബൂശാമ ഈ നബിദിനാഘോഷത്തെ പ്രകീർത്തിച്ചിട്ടുണ്ട്. ഇമാം ഹനബി നബിദിനാഘോഷത്തെ പ്രകീർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ഷെർവാനി നബിദിനാഘോഷത്തെ പ്രകീർത്തിച്ചിട്ടുണ്ട്. ഇബ്നു ഖാസിമുൽ അബ്ബാദി പ്രകീർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സയ്യിദുൽ ബക്കരി പ്രകീർത്തിച്ചിട്ടുണ്ട്. അലവിയു സഖാഫ് പ്രകീർത്തിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള ഒരുപാട് ഇമാമുകൾ, ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു പ്രകീർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം ഇമാമുമാർ വിഷയത്തിൽ പ്രകീർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനി ഇമാമികളുടെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. മുജാഹിദുകൾ വരെ നബിദിനാഘോഷത്തിന്റെ വക്താക്കളല്ലേ? മുജാഹിദുകൾ വളരെ വ്യക്തമായിട്ട് മുസ്ലിം ഐക്യസംഘം നബിദിനം ആഘോഷിച്ച വിവരം ആലോകരോട് വിളിച്ചു പറയുവാൻ വേണ്ടി പത്രദ്വാര അവർ വിളംബരം നടത്തിയത് വളരെ വ്യക്തമായിട്ട് അൽ ഇർഷാദിലും അൽ മുർഷിദിലും ഉള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയില്ലേ? എന്തേ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലാത്തത്? മുജാഹിദുകളാണല്ലോ ഇവിടെ നബിദിനാഘോഷം സുന്നികളെക്കാൾ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് ആഘോഷിച്ചിരുന്നത്. അവർ ജൂതന്മാരാണോ ഷിയാക്കളാണോ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയില്ല. പിന്നെ ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞ വാചകത്തിന് ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇസ്ലാഹ് മാസികയിൽ ഞങ്ങളെ വാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കൂ, എന്താണ് ഞങ്ങളുടെയും നിങ്ങളുടെയും വാദം? എന്താണ്? ഒരു നിബന്ധന പ്രകാരമാണെങ്കിൽ ശിർക്കാണോ അല്ലേ എന്നുള്ളതാണ്. ഏതാണ് ആ നിബന്ധന? നബിയുടെ പൊരുത്തം ആഗ്രഹിക്കുക എന്നുള്ളതാണ്. നബിയുടെ പൊരുത്തം എന്ന് പറയുന്നത് നമ്മുടെ ത്വാഅത്തല്ല. നബിയെ കൊണ്ട് പൊരുത്തം സമ്പാദിക്കുക എന്നുള്ള പ്രവർത്തനത്തിലേക്കാണ് ത്വാഅത്ത് എന്ന് പറയുക. റിളാഇന്റെ രൂപമല്ല ത്വാഅത്ത് എന്ന് പറയുന്നത്. മറിച്ച് ഇർളാഇ എന്നുള്ളത്. ഇനി എന്ത് റിളാഉം ഇർളാഉം രണ്ടു തമ്മിലുള്ള ഭാഷാപരമായ വ്യത്യാസം മനസ്സിലാക്കേണ്ടതല്ലേ? അതുകൊണ്ട് തന്നെ വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു ഇൻ കാനൂ മുഅ്മിനീൻ, റസൂലുള്ളാഹിനെ കൊണ്ട് പൊരുത്തം ഉണ്ടാക്കിക്കുക എന്നുള്ളത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്, അത് മുശ്രിക്കീങ്ങളുടെ സ്വഭാവമല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അതാണ് ഹദീസ് പറഞ്ഞത്. ഇരിമല്ലാഹി ഫീ റിമൽ വാലിദൈനി, മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് അല്ലാഹുവിന്റെ പൊരുത്തമുള്ളത്. ഈ ഹദീസിൽ പറഞ്ഞ പൊരുത്തം രണ്ടും ഒരേ അർത്ഥത്തിലാണോ? അല്ലേ? അല്ല. നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ വ്യക്തമായി മറുപടി പറയുന്നു, ഒരേ അർത്ഥത്തിലല്ല. സുഹൃത്തുക്കളെ, ഇപ്പോ 9 ചോദ്യവും 9 ഉത്തരവും പൂർത്തിയായിരിക്കുന്നു. മുജാഹിദ് പക്ഷത്തു നിന്ന് 9 റൗണ്ട് ചോദ്യത്തിനുള്ള അവസരവും സുന്നി പക്ഷത്തു നിന്ന് 9 ഉത്തരവും പൂർത്തിയായിട്ടുണ്ട്. ഇനി ഒരു അവസരം കൂടി മാത്രമാണ് മുജാഹിദ് പക്ഷത്തിന് ചോദ്യം ചോദിക്കാനുള്ളത്. അതിനുശേഷം മറുവിഭാഗത്തു നിന്നുള്ള ചോദ്യവും ഉത്തരവുമായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് ഉണർത്തുന്നു. അതുകൊണ്ട് മുജാഹിദ് പക്ഷത്തു നിന്ന് അവസാന ചോദ്യത്തിനുള്ള അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാ. അപ്പൊ ഏതായിരുന്നാലും ഇതെങ്കിലും മുമ്പ് പറഞ്ഞല്ലോ 2 ഒന്നല്ല. അതോട് കഴിഞ്ഞില്ലേ മുസ്ലിയാരെ വിഷയം? പ്രശ്നം തീരുമാനമായല്ലോ. ഇവിടെ ഇസ്ലാഹി മാസിക എന്താ പറഞ്ഞത്? സാധാരണയായി മുസ്ലിം അനുഷ്ഠിച്ചു പോകുന്ന നിർബന്ധ കർമ്മങ്ങളും മറ്റു സുന്നത്തായ കാര്യങ്ങളും അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചെയ്തു വരാറുള്ളത്. അള്ളാഹു അല്ലാത്തത് പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുക ശിർക്കാണെന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾ തർക്കമില്ല. എന്നിട്ടാണ് പറഞ്ഞത്, എന്നാലും അവർ ആഘോഷിക്കുന്നവർ പ്രസ്തുത ആരാധനാകർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തമല്ല, മറിച്ച് നബിയുടെ പൊരുത്തമാണ്. ആ നിലയിൽ മൗലിദാഘോഷം തന്നെ ശിർക്കാണ്. ഇതാ ഇസ്ലാഹ് എഴുതിയത്. നിങ്ങളെ വാദമോ? നിങ്ങളെ വാദം എന്തായിരുന്നു? ഇസ്ലാഹി മാസിക വെച്ചിട്ടാണോ നിങ്ങൾ വാദം എഴുതിയത്? ഇസ്ലാഹി മാസിക വെച്ച് എഴുതി. ഇസ്ലാഹി മാസികയിൽ വന്ന ഉപാധി പ്രകാരം നബിയുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടുള്ള മൗലിദാഘോഷം ശിർക്കല്ല. ഇസ്ലാഹി മാസിക പറഞ്ഞതോ? എന്നാൽ മൗലിദ് ആഘോഷിക്കുന്നവർ
പ്രസ്തുത ആരാധനാ കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തമല്ല, മറിച്ച് നബിയുടെ പൊരുത്തമാണ്. ആ നിലയിൽ മൗലിദാഘോഷം തന്നെ ശിർക്കാണ്. ഇതാ ഇസ്ലാഹിൽ പറഞ്ഞത്. നിങ്ങൾ എഴുതിയതോ ഇസ്ലാഹിൽ പറഞ്ഞ ഉപാധി പ്രകാരമുള്ളത് ശിർക്കല്ലാന്നാ. അപ്പൊ അള്ളാന്റെ പൊരുത്തം എന്താണോ ഉദ്ദേശിക്കുന്നത് ആ പൊരുത്തം നബിക്ക് വകച്ചു കൊടുക്കുന്നു, അതുകൊണ്ട് ശിർക്കാണ് എന്ന് ഇസ്ലാഹി പറഞ്ഞപ്പോ നിങ്ങൾ വാദേരി ഇസ്ലാഹി പറഞ്ഞ ഉപാധി പ്രകാരമാണെങ്കിലും ശിർക്കല്ല, അത് ശരിയല്ലാന്ന് ഇപ്പൊ തെളിഞ്ഞില്ലേ. നബിന്റെ പൊരുത്തം വേറെയാണ്, ഈ പൊരുത്തം നബിക്കും കൊടുക്കാൻ പറ്റൂല. അള്ളാഹുവിന്റെ പൊരുത്തം എന്ന് പറയുമ്പോൾ എന്താണോ ഉള്ളത് ആ പൊരുത്തം നബിക്കും പറ്റൂല. അത് നബിയുടെ നിന്ന് പ്രതീക്ഷിക്കുന്നു, അതുകൊണ്ട് ശിർക്കാണ് എന്നാ ഇസ്ലാഹി എഴുതിയത്. നിങ്ങൾ എഴുതിയതോ ഇസ്ലാഹിൽ പറഞ്ഞ ഉപാധി പ്രകാരം തന്നെ ചെയ്താലും ശിർക്കല്ലാന്നാ. അപ്പൊ അള്ളാഹുവിന്റെ പൊരുത്തം കൊണ്ട് എന്താണോ അർത്ഥമാക്കുന്നത് അതേ പൊരുത്തം നബിയിൽ നിന്ന് പ്രതീക്ഷിച്ചാലും ശിർക്കല്ല എന്നല്ലേ നിങ്ങൾ എഴുതിയത്. ശിർക്കല്ല എന്ന് മാത്രമല്ല അത് പുണ്യകർമ്മം കൂടിയാണ്, മുസ്തഹബുമാണെന്ന് എഴുതിയത്. അപ്പൊ റബ്ബിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട അള്ളാഹിന്റെ റിളാ, ആ പ്രീതി നബിയിൽ പ്രതീക്ഷിക്കൽ പുണ്യകർമ്മമാണ്, മുസ്തഹബാണ് എന്ന ഞങ്ങളെ വാദം. അതിനാ ഞാൻ ഇസ്ലാഹിന്റെ ആമുഖം വായിപ്പിച്ചത്. അതിന് പ്രയാസം ഇപ്പൊ ഇവിടെ നിന്ന് കുടുങ്ങി മുസ്ലിയാര്. അതിന് വേണ്ട മറ്റേ ചോദ്യം നേരത്തെ ചോദിച്ചു, രണ്ട് പൊരുത്തം ഒന്നാണോ ചോദിച്ചാൽ അതിന് ബോധപൂർവ്വം ചോദിച്ചതിന് ഇപ്പൊ കുടുങ്ങിയാലും നിങ്ങൾ തൗബ ചെയ്തോളി. ഇനി തൗബ ചെയ്തോളി. അള്ളാഹു തആലയുടെ പൊരുത്തം മുസ്ലിമീങ്ങൾ കാക്ഷിക്കുന്നു, അള്ളാഹിന്റെ പൊരുത്തം മാത്രം. ആ പൊരുത്തം നബിയിൽ നിന്ന് കാക്ഷിക്കുന്നു, അതുകൊണ്ട് ശിർക്ക് ഇസ്ലാഹി മാസിക. ഇസ്ലാഹി മാസിക പറഞ്ഞ ഉപാധി പ്രകാരമാണെങ്കിലും ശിർക്കല്ല നിങ്ങൾ. അപ്പൊ ഏത് പൊരുത്താ നിങ്ങൾ നബി കൊടുത്തത്? ഏത് പൊരുത്താ ഇസ്ലാഹി നിങ്ങളെ പേര് ആരോപിച്ചത്? ഏതാ നിങ്ങൾ അംഗീകരിച്ചത്? അത് അംഗീകരിപ്പിക്കാൻ തന്നെയാണ് രണ്ട് പൊരുത്തം ഒന്നാണോ ഇതല്ല നിങ്ങൾ പറഞ്ഞു. എങ്കിൽ പിന്നെ ശിർക്കായ പൊരുത്തം ഏതാ? ഇസ്ലാഹി പറഞ്ഞ പൊരുത്തം. അത് വിരോധം ഞങ്ങൾ എഴുതും ചെയ്തു. അപ്പൊ അത് തൗബ ചെയ്തിട്ട് മടങ്ങിക്കോളി എന്നാ സൂചിപ്പിക്കാനുള്ളത്. അതേസമയം ജിലാഹിന് പല അർത്ഥമുണ്ട്. നഹ്വ് തിരിച്ചാണ്, അതുകൊണ്ട് നേരത്തെ നിങ്ങൾ വായിച്ചപ്പോ ജിലാഹു എന്നൊക്കെ വായിച്ചത് നഹ്വ് തിരിഞ്ഞ ഊക്കുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഏതായാലും അൽഹംദുലില്ലാഹ് കാര്യങ്ങൾ കൃത്യമായി ഇനി ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചോദിച്ചോളി, ഓരോന്ന് കൃത്യമായിട്ട് അവ വിശദീകരിക്കാം. റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാം ഹക്ക് മനസ്സിലാക്കി അത് പിൻപറ്റാനും അത് ഉൾക്കൊള്ളാനും പ്രചരിപ്പിക്കാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹ്, ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ഒന്നാം ഘട്ടം അവസാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട MT ദാരിമി വളരെ കൃത്യമായി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. എല്ലാ ചോദ്യത്തിനും കൃത്യമായി മറുപടി പറഞ്ഞു. ഇപ്പോ നമ്മൾ വിഷയാവതരണത്തിൽ പറഞ്ഞ ഒരൊറ്റ തെളിവിനെ സംബന്ധിച്ച് ഒരക്ഷരം അവർക്ക് മിണ്ടാൻ കഴിയുന്നില്ല. ഖുർആൻ ആയത്ത് ഉദ്ധരിച്ചു, അത് അവർക്കൊന്നും കഴിയുന്നില്ല. ഹദീസ് ഉദ്ധരിച്ചു, അതിനെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. പിന്നെ ഇപ്പോ പറയുന്നത് അള്ളാഹുവിന്റെ പൊരുത്തം, റസൂലുള്ളാഹിന്റെ പൊരുത്തം ഉദ്ദേശിച്ചാൽ അത് അള്ളാഹുവിൽ ശിർക്ക് വെക്കലാണ്. അള്ളാഹുവിന്റെ പൊരുത്തം ഇല്ലാതെ റസൂലുള്ളാഹിയുടെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കുമ്പോഴാണ് ആ കുഴപ്പമുള്ളത് എന്നാ പറഞ്ഞത്. എന്ത് സഫാഹത്താണ് ഈ പറയുന്നത്? മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് എന്ന നിലക്കാണ്. അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചു എന്ന നിലക്കാ. അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചു എന്ന നിലക്ക് അള്ളാഹുവിന്റെ റസൂല് പൊരുത്തം ഉദ്ദേശിച്ചാൽ ഒരിക്കലും അത് അള്ളാഹുവിന്റെ പൊരുത്തമില്ലാതെ ആവുകയില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം അള്ളാഹുവിന്റെ പൊരുത്തമാകുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം അള്ളാഹുവിന്റെ പൊരുത്തമാകുന്നു. അത് നിങ്ങളും പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം ഒരിക്കലും അള്ളാഹുവിന്റെ പൊരുത്തമില്ലാതെ ഉണ്ടാവുകയില്ല. ഇത് മഹാന്മാരായ ആലിമീങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ട്. അള്ളാഹിന്റെ റസൂലുള്ളാഹിന്റെ റിളയും ഒപ്പമേ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ റിള എപ്പോൾ ഉദ്ദേശിക്കുന്നുവോ അപ്പോഴൊക്കെ അള്ളാഹുവിന്റെ റിള ഉദ്ദേശിക്കലുണ്ട്. ഇല്ലാത്തൊരു സംഗതി പറയാൻ കഴിയില്ല. നിങ്ങളെ ഇമാമിയങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിഡ്ഢിത്തമാണ്, സഫാഹത്താണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അള്ളാഹിന്റെ റസൂൽ പൊരുത്തപ്പെടണോ? അള്ളാഹ് പൊരുത്തപ്പെടണം. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം ഒരു മുഅ്മിൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിക്കലാണ്. അതുകൊണ്ടാ പറഞ്ഞത് ഒരിക്കലും നടക്കില്ല. പിന്നെ മുസ്ലിം മൗലവി പറഞ്ഞു 3 നൂറ്റാണ്ടിലുള്ള ആളുകൾ വല്ലതും എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അന്ന് ഇല്ലല്ലോ, അതുകൊണ്ടാ എഴുതാറുണ്ട്. ആര് പറഞ്ഞു ഇല്ലാന്ന്? അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് മദ്ഹ് പറയലും അതിൽ ആഘോഷിക്കലും അനുസ്മരണ പ്രഭാഷണം നടത്തലും 1-ാം നൂറ്റാണ്ട് മുതലുണ്ട് എന്ന് ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ. ഞങ്ങളുടെ വിഷയാവതരണത്തിൽ പറഞ്ഞു. ഇനിയും പിടിച്ചോ, മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ബഹുമാനപ്പെട്ട സഹാബ
സഹാബത്തും താബിഈങ്ങളും അവിടെ ഷാമിലെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞിരുന്നു. അത് സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. അവിടെ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു തആല അൻഹു സത്യം ചെയ്യിപ്പിച്ചു, നിങ്ങൾ എന്തിനാ ഇവിടെ ഇരുന്നത്? ഞങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരുന്നതാണ്, അള്ളാഹു ചെയ്ത നിഅമത്തിൽ അനുസ്മരിച്ചുകൊണ്ടിരുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു പിന്നെ പറയുന്നു, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി ഞങ്ങളുടെ അരികിൽ വന്നു, എന്താണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്ത് വമാ മന്നല്ലാഹു അലൈനാ ബിക, തങ്ങളെ ജനിപ്പിച്ചുകൊണ്ടും തങ്ങളെ റസൂലാക്കി അയച്ചുകൊണ്ടും ഞങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്താനായി ഇവിടെ ഇരുന്നത്. നമ്മളൊക്കെ ഇരിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്താനാണ് ഇരുന്നത്, അതിൽ സന്തോഷിച്ചുകൊണ്ടാണ് ഇരുന്നത് എന്ന് പറഞ്ഞപ്പോ നിങ്ങളെ കൊണ്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹു നിങ്ങളുടെ പേരിൽ അഭിമാനിക്കുന്നുണ്ട് എന്ന്. മറ്റൊരു ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു താബിഈങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, വഹുവ യദ്കുറു റസൂലല്ലാഹ്, റസൂലുള്ളാഹിന്റെ അനുസ്മരണ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ റസൂലുള്ളാഹിയുടെ മദ്ഹ് പറയലും റസൂലുള്ളാഹിൽ സന്തോഷം രേഖപ്പെടുത്തലും റസൂലുള്ളാഹിയെ സംബന്ധിച്ച് അനുസ്മരിക്കലും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. സഹാബത്തിന്റെ കാലത്തുണ്ടായിട്ടുണ്ട്, താബിഈങ്ങളുടെ കാലത്തുണ്ടായിട്ടുണ്ട്. ഒരുപാട് ഹദീസുകൾ അതിൽ വന്നു. നമ്മളതിന്റെ പ്രധാന ഭാഗങ്ങൾ ഉദ്ധരിക്കുകയും ചെയ്തു. ഇനിയും നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നു. എന്നാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിൽ സന്തോഷിക്കാൻ ഖുർആൻ കൽപ്പിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഒരക്ഷരം അതിനൊന്നും തൊടാൻ കഴിഞ്ഞിട്ടില്ല. അക്കാലഘട്ടത്തിലൊക്കെ ഇത് നടന്നിട്ടും ഇതിൽ ഏതെങ്കിലും ഒന്നിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ബിദ്അത്താണെന്ന് പറഞ്ഞിട്ടില്ല, സയ്യിഅത്തായ ബിദ്അത്താണെന്ന് പറഞ്ഞിട്ടില്ല, അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല, ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ഇത് മഹാന്മാരുടെ കാലത്ത് നടന്നു പോയതാണ്. അതുകൊണ്ട് ആ ജാതി വിളവൊന്നും പറഞ്ഞിട്ട് കാര്യം നടക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോ ഒരു റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞു.